ഇൻസുലിൻ ഇഞ്ചക്ഷൻ രൂപത്തിൽ മാത്രമല്ല, മൂക്കിലൂടെ വലിക്കുന്ന പൊടി രൂപത്തിൽ ഇൻഹേലറായി ഇന്ത്യയിൽ ലഭ്യമാകാൻ പോവുകയാണ്. ശരീരത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഇല്ലാത്തതാണ് പ്രമേഹത്തിന് കാരണം എന്നാണ് പൊതുവെയുള്ള ധാരണ. അത് തെറ്റാണ്. കേവലം 5 മുതൽ 10% വരുന്ന ടൈപ്പ് 1 പ്രമേഹത്തിൽ പെട്ട പ്രമേഹ രോഗികളിൽ മാത്രമേ ഇൻസുലിന്റെ കുറവുള്ളൂ. അവർക്ക് മാത്രമേ ഇൻസുലിൻ ഇഞ്ചക്ഷനും ഇൻഹേലറും ഒക്കെ ആവശ്യമുള്ളൂ. ബാക്കി 90 മുതൽ 95% ഇൻസുലിൻ എടുക്കുന്ന പ്രമേഹ രോഗികളിലും ഇൻസുലിന്റെ അളവ് നോർമലോ ആവശ്യത്തിൽ കൂടുതലോ ആണ്. ഇൻസുലിൻ ലെവൽ നോർമലോ കൂടുതലോ ആയിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇഞ്ചക്ഷനും ഇൻഹേലറും എടുത്ത് ഇൻസുലിന്റെ അളവ് കൂട്ടുന്നത്? ഇൻസുലിന്റെ അളവ് രക്തത്തിൽ കൂടുന്നത് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം എന്നാണ് ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത്. മെഡിക്കൽ സയൻസും ആരോഗ്യ ബോധവൽക്കരണവും ഒക്കെ ഇത്ര പുരോഗമിച്ചിട്ടും വിദ്യാഭ്യാസത്തിലും ആരോഗ്യരംഗത്തും ഇത്ര പുരോഗതി നേടിയ മലയാളികൾക്കിടയിൽ പോലും ഇത്തരം തെറ്റായ ചികിത്സാ രീതികൾ തുടരുന്നത് എന്തുകൊണ്ടാണ്? ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം ഇൻസുലിന്റെ കുറവല്ല, മറിച്ച് ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാത്തതിനാൽ ഇൻസുലിന്റെ രക്തത്തിലെ അളവ് കൂടുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസും ഹൈപ്പർ ഇൻസുലിനീമിയയും ആണ്. ടൈപ്പ് 2 പ്രമേഹത്തിനായി കഴിക്കുന്ന ഒട്ടുമിക്ക പ്രമേഹ മരുന്നുകളും പാൻക്രിയാസിനെ കൊണ്ട് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കിക്കുന്നതിലൂടെയാണ് ബ്ലഡ് ഗ്ലൂക്കോസ് കുറയ്ക്കുന്നത്. ഹൈപ്പർ ഇൻസുലിനീമിയ അഥവാ രക്തത്തിലെ ഇൻസുലിൻ കൂടുന്നത് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് എല്ലാ ടൈപ്പ് 2 പ്രമേഹ രോഗികൾക്കും ഉണ്ടാകണം. തന്റെ പ്രമേഹത്തിന് കാരണം ഇൻസുലിന്റെ കുറവാണോ, അതോ ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാത്ത ടൈപ്പ് 2 പ്രമേഹമാണോ? ടൈപ്പ് 2 പ്രമേഹമാണെങ്കിൽ ഇൻസുലിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിച്ച് ഇൻസുലിൻ ഇഞ്ചക്ഷനും മുക്കിപ്പൊടിയും പ്രമേഹ ഗുളികകളും ഒക്കെ ഒഴിവാക്കി രക്തത്തിലെ ഇൻസുലിൻ ലെവലും ബ്ലഡ് ഗ്ലൂക്കോസും നോർമലാക്കാനും ടൈപ്പ് 2 പ്രമേഹത്തിൽ നിന്നും മോചനം നേടാനും ഹൈപ്പർ ഇൻസുലിനീമിയ മൂലം ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടാനും എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഒരു ഹെൽത്ത് ടിപ്പ് തരിക എന്നതിനുപരി രോഗത്തിന്റെ കാരണങ്ങളെയും നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെയും ശരീരത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനാ രീതികളെയും മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുകയും ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാം എന്നും മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പരിശോധനകൾ നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. പ്രമേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഇൻസുലിനുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നുള്ളത്. ജനറലി എല്ലാവരും കരുതുന്ന ഇൻസുലിന്റെ കുറവാണെന്നുള്ള ഒരു ചിന്താഗതിയാണ് മൊത്തത്തിലായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ടത് ഈ പാൻക്രിയാസ് ആണല്ലോ ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. അതിൽ ബീറ്റാ സെൽസ് എന്ന് പറയുന്ന പ്രത്യേകതരം സെല്ലുകളാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. അപ്പം ബേസിക്കലി 2 തരം ടൈപ്പ് ഹോർമോണുകളാണ് പാൻക്രിയാസിൽ നിന്ന് വരുന്നത്. ഒന്ന് ഇൻസുലിന്, രണ്ടാമത്തത് ഗ്ലൂക്കോഗോൺ ഉണ്ടാക്കുന്ന ആൽഫ സെൽസ് ആണ്. ഇത് രണ്ടും നമ്മുടെ ബ്ലഡ് ഷുഗറിനെ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോണാണ്. ഇൻസുലിൻ ബ്ലഡ് ഷുഗർ കുറയ്ക്കും, ഗ്ലൂക്കോഗോൺ ബ്ലഡ് ഷുഗർ കൂട്ടും. പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്ന് കഴിയുമ്പോൾ നമ്മളുടെ ബ്ലഡിൽ ഇൻസുലിൻ ഷുഗർ തീരെ കുറഞ്ഞു പോകാതിരിക്കാനാണ് ഇൻസുലിൻ വന്ന് സ്പെഷ്യലായിട്ട് വേറെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം ബ്ലഡ് ഷുഗർ എപ്പോഴും നോർമലായിട്ട് നിലനിർത്തണം. അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 തരം ഡയബറ്റീസ് ആണ് ഒന്നുള്ളത്. ഒന്ന് ടൈപ്പ് 1 ഡയബറ്റീസ്. അതിനകത്ത് പാൻക്രിയാസിന്റെ പ്രവർത്തനം കുറഞ്ഞ് ഇൻസുലിന്റെ പ്രവർത്തനം ഐലറ്റ് സെൽസ് ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്നതാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. അത് സാധാരണ കൊച്ചുകുട്ടികളിൽ ഒരു 3 വയസ്സ് മുതൽ 4 വയസ്സ്, പിന്നെ ഒരു 12 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ആണ് അതിന്റെ തുടക്കം വരുന്നത്. സാധാരണ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പോൾ അതിനകത്ത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മുടെ പാൻക്രിയാസിന്റെ ഈ ബീറ്റാ സെൽസിനെ നശിപ്പിക്കുന്നതാണ്. യൂഷ്വലി രോഗം തുടങ്ങുമ്പോൾ പാൻക്രിയാസിന്റെ പ്രവർത്തനം, അതായത് നമ്മൾ ബ്ലഡ് ഷുഗർ കൂടിയെന്ന് കാണുന്ന സമയത്ത് പാൻക്രിയാസിന്റെ പ്രവർത്തനം അത്ര കുറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ വിതിൻ 1 or 2 ഇയേഴ്സിനുള്ളിൽ കംപ്ലീറ്റ് പാൻക്രിയാസ്, അതായത് അതിന്റെ വേണ്ടതായിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സ് എടുത്തില്ലെങ്കിൽ, ജനറലി അതിന് കറക്റ്റീവ് മെഷേഴ്സോ ട്രീറ്റ്മെന്റോ ഒന്നും ഇല്ല എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ശരിക്കും എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആ സമയത്ത് തന്നെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നടത്തി, അതായത് പാൻക്രിയാസ് കംപ്ലീറ്റ് പോകുന്നതിന് മുമ്പ് ലൈഫ് സ്റ്റൈൽ, അതായത് ഈ ജങ്ക് ഫുഡും ഒക്കെ ഒഴിവാക്കി നമ്മൾ നോക്കിയാൽ ഈ പാൻക്രിയാസിന്റെ പ്രവർത്തനം കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടുത്തുന്ന ഈ ഓട്ടോഇമ്യൂൺ പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ പാൻക്രിയാസിനെ റീജനറേറ്റ് ചെയ്യാനും ഒരു പരിധി വരെ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ അതൊക്കെ നമ്മൾ എത്ര കറക്റ്റായിട്ട് നമ്മളത് കണ്ടുപിടിച്ച് എന്തുകൊണ്ടെന്ന് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും. നെക്സ്റ്റ് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്.
അതിലെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇൻസുലിൻ്റെ കുറവില്ല. അതിലെ പല പേഷ്യൻസും ഇൻസുലിൻ ലെവൽ ഒത്തിരി കൂടുതലായിരിക്കും. പ്രത്യേകിച്ചും ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നവരും ഈ ഡയബറ്റീസിന് വേണ്ടി മരുന്ന് കഴിക്കുന്നവരിലും ഇൻസുലിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ശരിക്കും നമുക്ക് കറക്റ്റായിട്ട് ഇൻസുലിൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഇൻസുലിൻ ലെവൽ നോക്കുമ്പോൾ ഒരു 5 to 7 യൂണിറ്റ്സ് ഒക്കെ മതിയാവും. പക്ഷെ അത് 5 to 25 ആണ് നമ്മൾ നോർമലായിട്ട്, ഓർ 3 to 25, ഓരോ ലാബിൻ്റെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതാണ് നോർമൽ എന്നുള്ള റേഞ്ച് വരുന്നത്. പക്ഷെ പലരിലും 250, 300 ഒക്കെ ഉള്ള പേഷ്യൻസിനെ പോലും കാണാറുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ എത്ര ഉണ്ടെങ്കിലും അവർ വർക്ക് ചെയ്യുന്നില്ല. അവരായിരിക്കും 3 നേരം 40 യൂണിറ്റും 20 യൂണിറ്റും 40 യൂണിറ്റും ഒക്കെ വെച്ച് ഇൻസുലിനും കൂടി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹൈപ്പർ ഇൻസുലിനിയാണ് വരുന്നത്. പിന്നെ ചിലരിൽ നോർമലായിട്ടും കാണാറുണ്ട്. അതായത് ഷുഗർ കൂടുതലായിരിക്കും, പക്ഷേ അതായത് നമ്മുടെ ഈ പാൻക്രിയാസിന് ഓവറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള പേഷ്യൻസും ഉണ്ടാവാറുണ്ട്. നെക്സ്റ്റ് ഈ ഇൻസുലിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ്. ഇൻസുലിൻ ശരിക്കും നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസം, ഷുഗർ കുറയ്ക്കാന്നുള്ളത് മാത്രമല്ല, പ്രോട്ടീൻ മെറ്റബോളിസം, ഫാറ്റിൻ്റെ മെറ്റബോളിസം എല്ലാത്തിനും വേണ്ട ഒരു മെറ്റബോളിസത്തെ അഫക്റ്റ് ചെയ്യുന്ന ഹോർമോണാണ് ശരിക്കും ഇൻസുലിൻ. അപ്പം ഈ സിംറ്റം എന്താണ് ഈ ഡയബറ്റീസ് വരുമ്പോൾ ഉള്ള സിംറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഹൈപ്പർ ഗ്ലൈസീമിയ, അതായത് ഷുഗർ കൂടുന്നതുകൊണ്ട് വരുന്ന സിംറ്റം. അതിനാണ് നമ്മൾ ടിപ്പിക്കൽ എപ്പോഴും ദാഹിക്കുക, വെള്ളം കുടിക്കുക, ഭയങ്കര വിശപ്പ്, ഭയങ്കരമായിട്ട് മൂത്രം ഒഴിക്കുക, എപ്പോഴും മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നത്, വെള്ളം കുടിക്കുക. കാരണം ഈ ഷുഗർ കൂടുതൽ, ഭക്ഷണം കൂടുതൽ കഴിക്കും. ശരിക്കും പറഞ്ഞാൽ അവർക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ദാഹം വരുന്നത് തിരിച്ചറിയാൻ പറ്റുന്നില്ല, ദാഹവും ക്ഷീണം. അപ്പോൾ അത് വിശപ്പായിരിക്കുന്ന കരുതി ഭക്ഷണം എടുത്ത് കഴിക്കും. ഉള്ള ചോറും ചപ്പാത്തിയൊക്കെ എടുത്ത് കഴിക്കുമ്പോഴേക്കും ഷുഗർ കൂടും. അപ്പോൾ അത് മുഴുവൻ മൊത്തത്തിൽ കൂടെ പോകുന്നതുകൊണ്ട് ഡീഹൈഡ്രേറ്റഡ് ആകും. അതുകൊണ്ട് ഭയങ്കര വിശപ്പ്, ദാഹവും വരും. അപ്പോൾ എപ്പോഴും യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്. പോളിയൂറിയ, പോളിഡിപ്സിയ എന്ന് പറയും അതിന് നമ്മൾ മെഡിക്കൽ ടേംസിൽ പറയുമ്പോൾ. അത് ഷുഗർ കൂടി അൺകൺട്രോൾഡ് ആയി പോയിട്ട് കഴിയുമ്പോഴത്തെ സിറ്റുവേഷനാണ്. അതിനു മുമ്പ് കുറച്ചൊക്കെ 10, 200 ഒക്കെ ബ്ലഡ് ഷുഗർ ലെവലിൽ നിൽക്കുമ്പോൾ ആർക്കും ഒരു സിംറ്റംസും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് ശരിക്കും ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻറ്റിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തുടക്കത്തിലേ വരുന്നത് ഇതൊന്നുമല്ല, ഹൈപ്പർ ഇൻസുലിൻ. അതായത് അവർക്ക് ആദ്യം ഇൻസുലിൻ്റെ ലെവൽ കൂടാൻ തുടങ്ങുന്നു. അതിൻ്റെ സിംറ്റംസ് ആണ് വരുന്നത്. അത് ശരിക്കും ഒന്ന് ഫസ്റ്റ് വെയിറ്റ് ഗെയിൻ ആയിരിക്കും, പ്രത്യേകിച്ച് അബ്ഡോമിനൽ ഒബേസിറ്റി, മൊത്തം വെയിറ്റ് ഗെയിൻ വരിക. പിന്നെ എക്കാൻഡോസിസ് നൈഗ്രിഗൻസ് എന്ന് പറയും, കഴുത്തിന് ചുറ്റുമൊക്കെ ഡാർക്കനിങ് വരിക. സ്കിൻ ഒരു വെൽവെറ്റി സ്കിൻ പോലെ, സ്കിൻ ഒരു ഹൈപ്പർട്രോഫി എന്ന് പറയും. അതുപോലെ ഈ പാലുണ്ണി പോലെ സ്കിൻ ടാഗ്സ് വരും. ഇതൊക്കെ നമ്മളുടെ ഒരു ഇൻസുലിൻ ഒരു ഗ്രോത്ത് ഹോർമോണാണ്. അപ്പോൾ ഈ അബ്നോർമലായിട്ട് സ്കിന്നിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഈ സ്കിന്നിൻ്റെ ഡാർക്കനിങ് അത് കഴുത്തിൽ മാത്രമല്ല, മുഖത്ത് വരാം, നെറ്റിയിൽ വരാം, കർഷത്തിൽ, പ്രൈവറ്റ് പാർട്സിൽ, ഈവൻ നക്കിൾസ്, നമ്മൾ ഈ ഓരോ ജോയിൻസിൻ്റെ അവിടെ ഡാർക്ക്നെസ്. ഇതൊക്കെ ഹൈപ്പർ ഇൻസുലിനിമിയയുടെ ലക്ഷണങ്ങളാണെന്നുള്ളതാണ്. നെക്സ്റ്റ് പിന്നെ അടുത്ത ലെവലിലേക്ക് വരുമ്പോഴും ചിലപ്പം നമ്മൾ ഷുഗർ കൂടുന്നതിൻ്റെ ഇങ്ങനെ മൂത്രം എപ്പോഴും വിശപ്പും ദാഹവും മൂത്രമൊഴിക്കലും ഒന്നും ആവില്ല. പലപ്പോഴും ഈ വാസ്കുലോപ്പതി, അതായത് ബ്ലഡ്, ഈ ഷുഗർ ബ്ലഡിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഈ ബ്ലഡ് ഇതെല്ലാം ഒഴുകുന്ന രക്തക്കൊള്ളുകളിൽ കൂടെയാണല്ലോ. അപ്പോൾ ഈ രക്തക്കൊള്ളുകൾക്ക് ഡാമേജ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന വാസ്കുലോപ്പതി എന്ന് പറയും. അത് രക്തക്കൊള്ളുകൾക്ക് ഡാമേജ് വരുമ്പോൾ നെർവ്സിനെ ബാധിക്കും. അപ്പോഴാണ് ന്യൂറോപ്പതി വരുന്നത്. കാലിലെ ഗ്ലൗവൻസ് സ്റ്റോക്ക് അനസ്തീസിയ എന്ന് പറയില്ല, കാലിലൊക്കെ സെൻസേഷൻ കുറഞ്ഞ് നമ്മൾ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായി അറിയാതെ ഇരുന്ന് പഴുക്കുക, അങ്ങനത്തെയൊക്കെ പ്രശ്നം വരുന്നത്, അൾസർ, നോൺ ഹീലിംഗ് അൾസറിലേക്ക് പോകുന്നത്. പിന്നെ കിഡ്നിക്ക് ബാധിക്കുന്നത്, അതിലും ആ നേരിയ രക്തക്കൊള്ളുകളെ ബാധിക്കുന്നുകൊണ്ട് വരുന്ന. അതുപോലെ റെറ്റിനോപ്പതി, കണ്ണിലെ നേരിയ രക്തക്കൊള്ളുകളെയും, അതുപോലെ കണ്ണിൻ്റെ ഈ നമ്മുടെ കാഴ്ചയ്ക്കുള്ള ആ സെൻസറി നെർവ്സിനെ ബാധിക്കുന്നതുകൊണ്ടാണ് റെറ്റിനോപ്പതി വരുന്നത്. അവിടെ നെർവ്സിനെ ബാധിക്കാൻ കാരണം തന്നെ രക്തക്കൊള്ളുകൾക്ക് വരുന്ന ഡാമേജ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഡയഗ്നോസിസ്, നമ്മൾ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ ഷുഗർ ഡയബറ്റീസ് ആണോ എന്ന് അറിയാൻ നമ്മളെപ്പോഴും പണ്ടൊക്കെ നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോസ്റ്റ് പ്രാൻഡിയൽ ഗ്ലൂക്കോസ് നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അത് നന്നായിട്ട് ചോറും കുറച്ച് സ്വീറ്റ്സും ഒക്കെ കഴിച്ചിട്ട് ഷുഗർ നോക്കിയാൽ നമുക്കറിയാം. അതേ സമയത്ത് നമ്മൾ ഒരു ദിവസം ഒരു ഫാസ്റ്റിംഗ് എടുത്ത് വെച്ചിട്ട് ഷുഗർ നോക്കിയാൽ ഡയബറ്റിക് ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഭക്ഷണം, അതുപോലെ എക്സസൈസ്, നമ്മൾ നന്നായിട്ട് വർക്കൊക്കെ ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് എക്സസൈസ് ഓടി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഷുഗർ നോക്കിയാൽ ഡയബറ്റിക് പേഷ്യൻറ്റിന് ഷുഗർ കൂടുതലൊന്നും കാണില്ല. അപ്പോൾ ഷുഗർ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗർ നോക്കുക, ഒരു ഭക്ഷണം നന്നായിട്ട് ഹെവി ആയിട്ട് കഴിച്ചിട്ട് ഒരു 1.5 hours നോക്കാം. പക്ഷേ അതിനേക്കാളും നമുക്ക് ഫാസ്റ്റായി കുറച്ചുകൂടെ വ്യക്തമായിട്ട് അറിയാനുള്ളതാണ് HbA1c, അതായത് 3 മാസത്തെ ആവറേജ് അറിയാൻ പറ്റും. അപ്പോൾ HbA1c 5.7-നും 6.4-നും ഇടയ്ക്കായ പ്രീ ഡയബറ്റിക് എന്നും 6.4-ന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഡയബറ്റിക് എന്നുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
പിന്നെ അതിനു മുമ്പ് തന്നെ നമ്മൾ ഇൻസുലിൻ ആണ് നോക്കാവുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസിനെ സംബന്ധിച്ച് ഇൻസുലിൻ ലെവൽ നോക്കണം. അതുപോലെ ഡയബറ്റിക് ആണെന്ന് സംശയം തോന്നിയാൽ അത് ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്നറിയാനും ഇൻസുലിൻ ലെവൽ നോക്കണം. ഇൻസുലിൻ ലെവൽ കുറവാണെങ്കിൽ അത് ടൈപ്പ് 1 ഡയബറ്റീസും, അത് ഇൻസുലിൻ ലെവൽ കുറവും ഷുഗർ കൂടുതലുമാണ് ടൈപ്പ് 1 ഡയബറ്റീസും. ഷുഗർ കൂടുതലും ഇൻസുലിൻ ലെവൽ കൂടുതലുമാണ് അത് ടൈപ്പ് 2 ഡയബറ്റീസ്, ഓർ നോർമൽ ആണെങ്കിലും ടൈപ്പ് 2 ഡയബറ്റീസ് ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ഓൾറെഡി ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നവരിലാണെങ്കിൽ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? സി പെപ്റ്റൈഡ് എന്ന് പറഞ്ഞ് നോക്കണം. അത് നമ്മളുടെ ഇൻസുലിൻ ഉണ്ടാക്കുന്നത്, ബോഡിയിൽ ഉണ്ടാക്കുന്ന അതൊരു പ്രോ ഹോർമോൺ ആയിട്ടാണ്. അതിനെ ആക്റ്റീവ് ആക്കാനായിട്ട് അതിൻ്റെ ഒരു പാർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്ത് കളയും. ആ പാർട്ടിനെ പറയുന്നതാണ് സി പെപ്റ്റൈഡ്. അപ്പോൾ സി പെപ്റ്റൈഡ് എത്ര ഉണ്ടെന്ന് നോക്കിയാൽ പുറത്തുനിന്ന് ഇൻസുലിൻ ഇഞ്ചക്ഷനോ ഇൻഹേലറോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവരുടെ ശരിക്കും നമ്മുടെ ബോഡി എത്ര ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ സ്വന്തം പാൻക്രിയാസ് എത്ര ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ട് എന്നറിയാനാണ് ഈ സി പെപ്റ്റൈഡ് നോക്കാന്ന്. അപ്പോൾ സി പെപ്റ്റൈഡ് ഇപ്പം ഇൻസുലിൻ എടുക്കുന്ന ഒരു പേഷ്യന്റ് സി പെപ്റ്റൈഡ് നോർമൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് പാൻക്രിയാസ് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, നോർമലാണ്. അപ്പോൾ അവർക്ക് ഡയബറ്റീസിൽ നിന്ന് അതായത് മരുന്നും ഇൻസുലിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ അത് മാറ്റാൻ പറ്റും. അതാണ് റിവേഴ്സ് ചെയ്യുക, ഡയബറ്റിക് പ്രോസസ്സ് തന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതാണ് ഇമ്പോർട്ടൻസ് അതിൻ്റെ. നെക്സ്റ്റ് നമ്മൾ ഈ എന്താണ് ഇത് വരാനുള്ള കാരണം, ഈ ഡയബറ്റീസ് വരാനായിട്ട് എന്താണ് ഈ കാരണം എന്നുള്ളതാണ്. ഇപ്പൊ ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിലും ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിലും അതിന് നമ്മുടെ പാരമ്പര്യം ഒരു ഘടകമാണ്. അതുപോലെ ലൈഫ് സ്റ്റൈൽ. ഇപ്പൊ പാരമ്പര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റാക്കി കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നമുക്കത് വരാതിരിക്കും. അതേസമയത്ത് പാരമ്പര്യമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ തെറ്റാണെങ്കിൽ ഡെഫിനറ്റ്ലി രോഗം വരുമ്പോൾ പല പേഷ്യൻസ്, പ്രത്യേകിച്ചും പണ്ടൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് 50-60 വയസ്സാകുമ്പോഴാണ് പഴയ ജനറേഷന് യൂഷ്വലി ഡയബറ്റീസ് വന്നിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിൽ 20-25 വയസ്സാകുമ്പോൾ തന്നെ ഡയബറ്റീസ് വരുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തെറ്റിയിരിക്കുന്നത് കൊണ്ട് വരുന്ന ഇൻസുലിൻ, പ്രത്യേകിച്ച് ബേസിക്കലി ഇതിനകത്ത് വരുന്നത് നമ്മളുടെ ഫാറ്റ് ബോഡിയിൽ കൂടുതൽ അറിയുക. അപ്പം നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കും, പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റും ഫാറ്റും കൂടുതലുള്ളത് കാലറിയാണ്. എക്സസ് കാലറിയുള്ള ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ അത് നമ്മൾ പാൻക്രിയാസിനെ കൊണ്ട് പറ്റുമെങ്കിൽ നമ്മൾ ഷുഗറും അരിയും ഗോതമ്പും ഒക്കെ വെച്ചുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അതിനെയൊക്കെ എക്സസ് ഉള്ളതിനെ കൊണ്ട് ഫാറ്റാക്കി മാറ്റി ബോഡിയിൽ സ്റ്റോർ ചെയ്യും. പക്ഷെ വൺസ് നമ്മുടെ ഫാറ്റ് സെൽസ് എല്ലാം ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് സെല്ല് ഫാറ്റ് അക്സെപ്റ്റ് ചെയ്യാതാവും. അപ്പം ലിവർ തന്നെ ഫാറ്റ് കെട്ടിക്കിടക്കും. അപ്പോഴാണ് ഫാറ്റി ലിവർ വരിക. പിന്നെ ഫാറ്റി ലിവറിലും വന്നു കഴിയുമ്പോൾ പിന്നെ ലിവർ ഉണ്ടാക്കാതാവും. അതായത് ഗ്ലൂക്കോസ് കൂടുതലാണെങ്കിൽ ലിവർ സെൽസ് തന്നെ ആക്സെപ്റ്റ് ചെയ്യില്ല. ലിവർ സെല്ലിനകത്ത് കയറിയിട്ട് വേണം ഇതിനെ ഫാറ്റൊക്കെ ആക്കാൻ, അവരും വേണ്ടെന്ന് പറയും. അപ്പൊ പിന്നെ ഈ ഗ്ലൂക്കോസിന് ഇങ്ങനെ ബ്ലഡിൽ കൂടെ ഓടി നടക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ വയറിൽ കിഡ്നി അതിന് പുറത്ത്, പിന്നെ ആകെയുള്ള ഒരു മാർഗം എക്സസ് ഉള്ളതിന് കിഡ്നിക്ക് പുറത്തേക്ക് കളയാന്നുള്ളത്. അപ്പൊ കിഡ്നിക്ക് പുറത്തേക്ക് കളയാനായിട്ട് കിഡ്നി നോക്കി മടുത്ത് കഴിയുമ്പോഴാണ് കിഡ്നി ഫെയിലിയറിലേക്ക് വരുന്നത്. പിന്നെ ഈ ബ്ലഡ് കൂടെ ഇങ്ങനെ ഗ്ലൂക്കോസ് ഇങ്ങനെ നടക്കുമ്പോൾ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരും. അതായത് ഇത് നമ്മൾ എന്തും നമ്മുടെ ബോഡിയിൽ ആവശ്യം കൂടുതലായാൽ ഇത് ടോക്സിൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ബേസിക്കലി ഐഡിയലി ബ്ലഡ് ഷുഗർ ലെവല് 70 to 140 എപ്പോഴാണെങ്കിലും, ഭക്ഷണത്തിന് ശേഷമാണെങ്കിൽ ഒരു 140ക്ക് താഴെ നിൽക്കണം. ഫാസ്റ്റിങ്ങിലാണെങ്കിൽ അറൗണ്ട് 70ൽ നിൽക്കണം. 70ലൊക്കെ ഒത്തിരി താഴെ പോവുകയാണെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോൺ കൂട്ടാനുള്ള ഹോർമോൺ ഉണ്ടാകാം, അതിന് കുഴപ്പം വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെയും രോഗം ബാധിക്കാം, അതിനും പ്രശ്നങ്ങൾ വരാം. അപ്പം പലർക്കും ഉണ്ടല്ലോ എപ്പോഴും ഹൈപ്പോഗ്ലൈസീമിയ വരുന്നത്. അതിന്റെ കാരണം ഈ ഗ്ലൂക്കോൺ മെക്കാനിസത്തിൽ വരുന്ന പ്രോബ്ലം കൊണ്ടാണ്. മറ്റേ ഇൻസുലിൻ പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കൂടുക ആണ് ചെയ്യുക. മറ്റേ അതേസമയത്ത് ഗ്ലൂക്കോണിന്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ബേസിക്കലി ഈ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു മെറ്റബോളിക് സിൻഡ്രോം, അതായത് മെറ്റബോളിസത്തിന് അത്യാവശ്യം വേണ്ട ഹോർമോണാണ് ഇൻസുലിൻ. അപ്പം ബേസിക്കലി നമ്മൾ ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത് എന്താ? ഒബേസിറ്റി വരും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയബറ്റീസ് വരും, ഡിസ്ലൈപ്പിഡീമിയ വരും. ഒബേസിറ്റി, ഡിസ്ലൈപ്പിഡീമിയ, അതായത് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോളിനേക്കാളും കൂടുതൽ ട്രൈഗ്ലിസറൈഡ് കൂടാൻ തുടങ്ങും. പിന്നെ ഡയബറ്റീസ് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ഫസ്റ്റ് ഹൈപ്പർ ടെൻഷൻ വരും, അല്ലെങ്കിൽ ഡയബറ്റീസ് വരും. ഇതാണ് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അതിന്റെ പ്രോഗ്രഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാറ്റി ലിവർ സിറോസിസ്, നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ്, പിന്നെ ഹാർട്ടിലെ രക്തക്കൊഴലുകളിലും എല്ലാ സ്ഥലങ്ങളിലും രക്തക്കൊഴലുകളിൽ കൂടുതൽ കൊഴുപ്പ് നടക്കുകയാണ്. അപ്പോൾ രക്തക്കൊഴലിൽ തന്നെ വേറെ എങ്ങും കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് രക്തക്കൊഴലിൽ തന്നെ അത് ഡിപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഹാർട്ടിന് ബ്ലോക്ക് വരുന്നത്. അതുപോലെ ബ്രെയിനിലേക്കുള്ള രക്തക്കൊഴലുകളിൽ എങ്ങനെ കൊഴുപ്പടിഞ്ഞ് പ്ലാക്ക് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് സ്ട്രോക്ക് ഒക്കെ വരാനുള്ള സാധ്യത വരുന്നത്. നെക്സ്റ്റ്, ഇതുകൊണ്ട് വരാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഡയബറ്റീസ് കൊണ്ട് എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് വരാം? അപ്പം ബേസിക്കലി പ്രോബ്ലം നമ്മളുടെ ഷുഗർ കൂടുതലാണ്, ഷുഗറും കൂടുതലാണ്. ടൈപ്പ് 2 ഡയബറ്റീസിലാണ് ഇൻസുലിനും കൂടുതലായിരിക്കും. മിക്കവാറും ടൈപ്പ് 1 ഡയബറ്റീസ് പേഷ്യൻസും കുറേ നാളെ ഇൻസുലിൻ എടുത്ത് നമ്മൾ ഫുഡും ലൈഫ് സ്റ്റൈലും കൺട്രോൾ ചെയ്യാതെ ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്കും കൂടുതൽ ഓവർ വെയിറ്റ് വരും, അതായത് ഫാറ്റ് കൂടുതൽ ഡെപ്പോസിറ്റ് വരും.
അങ്ങനെ ഫാറ്റ് കൂടുതൽ ഡെപ്പോസിറ്റ് വന്നാൽ ടൈപ്പ് 1 ഡയബറ്റീസ്, അതിന്റെ കുറവിന്റെ കൂടി ഇൻസുലിൻ റെസിസ്റ്റൻസും കൂടെ വരും. അങ്ങനെ വരുമ്പോഴാണ് പല ടൈപ്പ് 1 ഡയബറ്റീസ് പേഷ്യൻസിനും എത്ര ഇൻസുലിൻ എടുത്താലും ഷുഗർ കൺട്രോൾ ആകാതെ വരുന്നത്. അതിന്റെ കൂടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ടൈപ്പ് 2 ഡയബറ്റീസും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇൻസുലിൻ ഷുഗർ കൂടി നിൽക്കുമ്പം അത് നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂട്ടും. പിന്നെ അതൊരു ടോക്സിൻ ആണല്ലോ, അപ്പൊ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അത് ഡാമേജിങ് ആണ്. അതുകൂടാതെ ഇൻസുലിൻ കൂടിയാൽ എന്താ പ്രോബ്ലം? ഇൻസുലിൻ നമ്മളുടെ കൂടി നിൽക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പർലി വർക്ക് ചെയ്യില്ല. അതായത് അതിനകത്ത് വെളുത്ത രക്താണുക്കൾ എന്ന് പറയും, അതിൽ ഉണ്ടല്ലോ, അതാണല്ലോ നമ്മുടെ ഡിഫൻസ്, നമ്മുടെ സോൾജേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഫാഗോസൈറ്റോസിസ് എന്ന് പറയും, അതായത് നമ്മളുടെ എന്തെങ്കിലും ഡാമേജ് വന്ന സെല്ലുകളെ, ബാക്ടീരിയ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെല്ലുകളെ, അല്ലെ വൈറൽ ഇൻഫെക്റ്റഡ് സെല്ലുകളെ, അതുപോലെ ക്യാൻസർ സെല്ല്, ഇതെപ്പോഴും നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ക്യാൻസർ സെല്ല് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിനെയൊക്കെ ഫാഗോസൈറ്റോ, അതിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഒരു ടൈപ്പ് ഓഫ് ഒരു നെറ്റോസിസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെ അതിനെ എടുത്ത് ഈ സെല്ലിനകത്തേക്ക് തന്നെ ഈ ഫാഗോസൈറ്റിക് സെല്ല് അതിനെ അങ്ങ് അബ്സോർബ് ചെയ്യും, അതിനെ അങ്ങ് വിഴുങ്ങും, എന്നിട്ട് അതിനകത്തിട്ട് ഡൈജസ്റ്റ് ചെയ്ത് അതിനെ വേസ്റ്റാക്കി കളയും. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. ഈ പ്രോസസ്സ് നടക്കാതാവും. ഇൻസുലിൻ ലെവൽ കൂടി നിൽക്കുമ്പോൾ ഇത് നടക്കാതാവും. അതുകൊണ്ടാണ് പല ഡയബറ്റിക് പേഷ്യൻറ്റിനും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്താൽ പോലും ചിലപ്പം അൺകൺട്രോൾഡ് ആയിട്ട് പോകാൻ നമുക്കറിയാമല്ലോ. കോവിഡൊക്കെ വന്നപ്പം ഏറ്റവും കൂടുതൽ സീരിയസ് ഇതിലേക്ക് പോയി വെന്റിലേറ്ററിലേക്കും ഓക്സിജനൊക്കെ വേണ്ടി വന്നൊക്കെ ഡയബറ്റിക് പേഷ്യൻസിനാണ്. അതുപോലെ തന്നെ മരണം ഉണ്ടായിരിക്കുന്ന ഡയബറ്റിക് പേഷ്യൻസിനാണ്. അതിൻ്റെ കാരണം ഇതാണ്. ഒന്ന്, ഇൻഫെക്ഷൻ വളരാനുള്ള ഒരു നല്ല മീഡിയ ഗ്ലൂക്കോസ് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇൻസുലിൻ കൂടി നിൽക്കുന്ന കാരണം ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പർലി വർക്ക് ചെയ്യില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ക്യാൻസർ വരുന്നതും കൂടുതലും ഡയബറ്റിക് പേഷ്യൻസിനാണ്. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ റെക്കറൻസ് വരുന്നതും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻസിനാണ്. കാരണം ഷുഗർ കൂടി നിൽക്കുമ്പോഴും ഇൻസുലിൻ കൂടി നിൽക്കുമ്പോഴും ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പർലി വർക്ക് ചെയ്യില്ല. പിന്നെ ഒരു ഡിസീസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ അലർജി, ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റുന്നത് കൊണ്ട് തന്നെ ഈ ഡയബറ്റിക് പേഷ്യൻറ്റിന് അലർജിയും ഓട്ടോഇമ്യൂൺ ഡിസീസും വരാനുള്ള ചാൻസും കൂടുതലായിരിക്കും. നെക്സ്റ്റ്, നമ്മൾ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനെ എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, എന്തൊക്കെ പരിശോധനകളാണ് അവർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ഒന്ന്, നമ്മൾ പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ അറിയാൻ വേണ്ടിയിട്ട് ഇൻസുലിനും സി പെപ്റ്റൈഡും നോക്കാം. ഡെഫിനറ്റ്ലി ഗ്ലൂക്കോസ് ലെവൽ അറിയണം, HbA1c അറിയണം. HbA1c നമുക്കൊരു ഓവറോൾ ഷുഗർ കൺട്രോൾ അറിയിക്കും. പിന്നെ ബ്ലഡ് ഷുഗറിന്റെ ലെവൽ അറിഞ്ഞാൽ ബ്ലഡ് ഷുഗറിന്റെ ലെവലിനെ ബേസ് ചെയ്താണ് ഇൻസുലിനും കൂടെ എപ്പോഴും നോക്കേണ്ടത്. എന്നാലേ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ലെവൽ അറിയാൻ പറ്റുള്ളൂ. കാരണം ഷുഗർ ഇപ്പോൾ 70-ലോ 80-ലോ ഒക്കെ നിൽക്കുമ്പം ഇൻസുലിൻ ലെവലും കുറവായിരിക്കും. പക്ഷേ ഷുഗർ 200 നിൽക്കുകയും ഇൻസുലിൻ കുറവായിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളത് ഡയബറ്റീസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ പല പേഷ്യൻസ് ഈവൻ സി പെപ്റ്റൈഡ് ഒക്കെ നമ്മൾ ഒരേ സമയത്ത് എടുക്കണം. ഇൻസുലിനും സി പെപ്റ്റൈഡും ഗ്ലൂക്കോസും എടുക്കുമ്പോൾ ഗ്ലൂക്കോസ് കൂടി നിൽക്കുകയും ഇൻസുലിനും സി പെപ്റ്റൈഡും കുറയുകയാണെങ്കിൽ അത് ടൈപ്പ് 1 ഡയബറ്റീസ്. ഗ്ലൂക്കോസ് കൂടി നിൽക്കുകയും ഇൻസുലിനും സി പെപ്റ്റൈഡും നോർമലോ കൂടുതലോ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. നെക്സ്റ്റ് ഉള്ളത് നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. കാരണം പാൻക്രിയാസിന്റെ കണ്ടീഷൻ അറിയണം. അതുപോലെ തന്നെ ഫാറ്റി ലിവർ, കിഡ്നിയുടെ പ്രശ്നങ്ങളൊക്കെ ഡയബറ്റിക് പേഷ്യൻസിന് കൂടുതലായിരിക്കും. അപ്പോൾ കിഡ്നിക്ക് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ, കിഡ്നിയെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടോ, ലിവറിനെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഈവൻ നമ്മൾ മെയിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഓറിയൻറ്റഡ് നമ്മുടെ സെക്സ് ഓർഗൻസിനെ കുറിച്ചുള്ള, ലേഡീസിലാണെങ്കിൽ യൂട്രസ് ഓവറി, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള അറിവും കൂടെ കിട്ടാനായിട്ട്, അതിൻ്റെ സിറ്റുവേഷൻ കണ്ടീഷൻ എന്താണെന്ന് അറിയാനും ഒരു അൾട്രാസൗണ്ട് അബ്ഡോമിൻ സ്കാൻ ചെയ്യണം എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഓരോ ഓർഗൻസിൻ്റെ സ്റ്റാറ്റസ്. ഇപ്പം ഡയബറ്റീസ് നമ്മുടെ ബേസിക്കലി ഇത് രക്തക്കൊഴലുകളെയാണ് ഈ ഷുഗർ കൂടുന്നതും ഇൻസുലിൻ കൂടുന്നതും ഒക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് രക്തക്കൊഴലുകളെ. അപ്പം ഈ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുമ്പോഴാണ് ഹാർട്ട് ഡിസീസ് വരുന്നതും കിഡ്നി ഡിസീസ് വരുന്നതും, അതുപോലെ ന്യൂറോപ്പതി വരുന്നതും റെറ്റിനോപ്പതി വരുന്നതൊക്കെ. അപ്പം ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ഓർഗൻസിന്റെ സ്റ്റാറ്റസ് അറിയാൻ LFT, RFT, അതുപോലെ ഇൻഫ്ലമേറ്ററി സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് CRP, HCRP, ബ്ലഡ് കൗണ്ട്, അതുപോലെ ഹോർമോൺ സ്റ്റാറ്റസ്. കാരണം എല്ലാ ഓർഗൻസിനെയും അഫക്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് പല ഡയബറ്റിക് പേഷ്യൻസിനും തൈറോയ്ഡ്, ഹൈപ്പോതൈറോയിഡും ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസും വന്നിട്ടുണ്ടാകും. അപ്പം ന്യൂട്രീഷൻ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ, ഇതൊക്കെ നമ്മൾ നോക്കിയാലാണ് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുക. നെക്സ്റ്റ്, നമ്മൾ ട്രീറ്റ്മെന്റിനെ കുറിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഡെഫിനറ്റ്ലി ടൈപ്പ് 1 ഡയബറ്റീസ് ആണോ, നമ്മൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ടൈപ്പ് 1 നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഇൻസുലിൻ ലെവൽ ലോ ആണെങ്കിലും ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻറ്റ്, ഇപ്പം നമ്മൾ സി പെപ്റ്റൈഡ് ലെവല് നമ്മൾ ഒരു 0.4, അതൊരു 1-ന് മുകളിലായിരിക്കണം. സി പെപ്റ്റൈഡ് 1.1 ഒക്കെയാണ് നോർമലായിട്ട് പറയുന്നത്. അപ്പം 1.1-ൽ കുറവാണെങ്കിൽ നമ്മളത് പ്രൈമറിലി നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് എന്നാണ് എടുക്കുക. പക്ഷേ കുറച്ചെങ്കിലും ഇൻസുലിൻ ഉണ്ടെങ്കിൽ 0.4 എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും നമ്മൾ കറക്റ്റായിട്ട് ഡയറ്റും എക്സസൈസും ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗറും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലിൻ ഇല്ലാതെ തന്നെ പാൻക്രിയാസിനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്.
അതേസമയത്ത് തീരെ കുറഞ്ഞു പോയി 0.4 ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഡാമേജ്ഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള പേഷ്യൻ്റ്, അതായത് ടൈപ്പ് 1 പേഷ്യൻ്റ് തന്നെ കുറച്ചെങ്കിലും ഫങ്ഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം അത് റിവൈവ് ചെയ്തെടുക്കാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. പക്ഷേ കംപ്ലീറ്റ് പോയിരിക്കുന്നവർക്ക് പിന്നെ ഇൻസുലിൻ എടുക്കാമെന്നുള്ളത് തന്നെയാണ്. അപ്പം ഇൻസുലിൻ ആണെങ്കിൽ തന്നെ ഇന്ന് പലതരം ഇൻസുലിനുകളാണ്. അപ്പം ആക്ച്വലി ഒരു 100 years ആയി നമ്മൾ ഇൻസുലിൻ തുടങ്ങിയിട്ട് ആദ്യം ശരിക്കും ബൊവൈൻ ഇൻസുലിൻ നമ്മുടെ പശുക്കളിൽ നിന്നൊക്കെയുള്ള ഇൻസുലിൻ ആയിരുന്നു. അതിൻ്റെ പാൻക്രിയാസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു. പിന്നെയാണ് പോസിൻ ഇൻസുലിൻ, അതായത് പന്നികളിൽ നിന്നുള്ള ഇൻസുലിൻ കിട്ടാൻ തുടങ്ങി. അപ്പോൾ പോസിൻ ഇൻസുലിൻ ആയിരുന്നു കുറേ കാലത്തേക്ക് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 81-ലൊക്കെയാണ് അതിൻ്റെ ഒരു നാച്ചുറൽ ഫോം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ഇൻസുലിനും പോസിൻ ഇൻസുലിനും തമ്മിൽ ഒരു അമിനോ ആസിഡിന്റെ വ്യത്യാസമുള്ളൂ, ഏറ്റവും ക്ലോസറാണ്. അതേസമയത്ത് ബൊവൈൻ ഇൻസുലിൻ ആണെങ്കിൽ 3 അമിനോ ആസിഡ്സിന്റെ വ്യത്യാസമുണ്ട്. അതിനെ ആർട്ടിഫിഷ്യലി നമുക്ക് പോസിൻ ഇൻസുലിനെ ഹ്യൂമൻ ഇൻസുലിൻ ആക്കാൻ പറ്റിയെന്നുള്ളതാണ്. അത് 1981-ലാണ് ആ ഒരു ഡെവലപ്മെന്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 86 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ റീകോമിനന്റ് വന്നു, അതായത് ഈക്കോളെ അല്ലെങ്കിൽ ഈസ്റ്റിനെ വെച്ച് ബയോടെക്നോളജി വെച്ച് ഹ്യൂമൻ ഇൻസുലിൻ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ എപ്പോഴും നാച്ചുറൽ ഫോം. അതുകൊണ്ടാണ് നമ്മൾ പോസിൻ ഇൻസുലിൻ എടുക്കുമ്പോൾ ഒക്കെ ഒത്തിരി അത് കുറേ നാൾ കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് ഈ സ്കിന്നിനൊക്കെ ബുദ്ധിമുട്ട് വരിക, അതൊക്കെ കൂടുതലായിരുന്നു. പിന്നെ ഹ്യൂമൻ ഇൻസുലിനൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഇത് ചെയ്തു. പക്ഷെ ഇപ്പം എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ അനലോഗ്സ് ആണ് കൂടുതൽ വരുന്നത്. ആദ്യം ശരിക്കും നമ്മൾ നാച്ചുറൽ ഹ്യൂമൻ ഇൻസുലിനിലേക്ക് ആക്കാൻ നോക്കി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനകത്തെ ഓരോ അമിനോ ആസിഡ് 2 അമിനോ ആസിഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് ഒരു ഹ്യൂമൻ ഇൻസുലിനെ തന്നെ മോർ നാച്ചുറൽ അല്ലെന്നാക്കാൻ തുടങ്ങി. അപ്പൊ ഇപ്പൊ നമ്മൾ മാർക്കറ്റിംഗിലുള്ളത് ഏറ്റവും കൂടുതൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പലതരം അനലോഗ് ഇൻസുലിൻസ് ആണെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എഗൻസ്റ്റ് ആണ്, ബിക്കോസ് നാച്ചുറൽ അല്ലല്ലോ. എപ്പോഴും ടൈപ്പ് 1 ഡയബറ്റീസ് എടുക്കുന്ന പേഷ്യൻസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നത് നാച്ചുറൽ ഇൻസുലിനിലേക്ക് മാറാനായിട്ട് നോക്കണം. അനലോഗ്സ് അല്ല, നാച്ചുറൽ ഹ്യൂമൻ ഇൻസുലിൻ. അതിന്റെ തന്നെ ഷോർട്ട് ആക്ടിങ്, ലോങ് ആക്ടിങ്, അൾട്രാ ഷോർട്ട് ആക്ടിങ്, അങ്ങനെ പല ഡിഫറെന്റ് വെറൈറ്റി ഉണ്ട്. അതിന്റെ ഒരു മിക്സ് ആയിട്ടും കിട്ടും. അതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാത്ത അനലോഗ് ഇൻസുലിൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ടൈപ്പ് 1 ഡയബറ്റീസ് പേഷ്യൻ്റ് ലൈഫ് ലോങ് ഇൻസുലിൻ എടുക്കേണ്ടതായതുകൊണ്ട് അവർ അത് ഒഴിവാക്കി അനലോഗ് എടുക്കാതെ നാച്ചുറൽ ഹ്യൂമൻ ഇൻസുലിൻ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ്, ഈ ഓപ്പറേഷൻസിൻ്റെ റോൾ എന്താണ് ഡയബറ്റീസിൽ നിന്ന്? നമ്മളെല്ലാത്തിലും കേൾക്കുന്നതാണ് ഓർഗൻ റീപ്ലേസ് ചെയ്യാം. ഇപ്പം ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്, അതിൽ പാൻക്രിയാസ് ആവശ്യത്തിന് ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പോൾ എന്താ, നമുക്ക് പാൻക്രിയാസ് റീപ്ലേസ് ചെയ്യാൻ പറ്റൂലേ, മാറ്റി വെച്ചൂടെ എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പം അങ്ങനത്തെ ഫെസിലിറ്റി നമ്മൾക്ക് ഇന്ന് പലതായിട്ട് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുമുണ്ട്. പക്ഷെ ജനറലി അതിൻ്റെ റിസൾട്ട് അത്ര ഇഫക്റ്റീവ് അല്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെച്ചാൽ ഹെവി ഡോസിൽ ഇമ്യൂണോസപ്രസൻസ് ഉപയോഗിക്കേണ്ടി വരും, സ്റ്റിറോയിഡ്സ് പോലെയുള്ളത്. അപ്പം അത് ഡയബറ്റീസിന് അഗെയിൻസ്റ്റ് ആയിരിക്കും. ഡയബറ്റീസ് ഉള്ളവർക്ക് ഈ സ്റ്റിറോയിഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഡയബറ്റീസ് കൂടും. കാരണം ഇൻസുലിൻ്റെ ഫംഗ്ഷൻ പ്രോപ്പർ ആവില്ല. ഇൻസുലിൻ അവിടെ വീണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും. അപ്പം സാധാരണ നമുക്ക് അത്ര, അതായത് മറ്റു ഇൻസുലിൻ എടുത്തിട്ടും ബെനിഫിറ്റ് കിട്ടാത്തതും, പ്രത്യേകിച്ച് എപ്പോഴും ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകുന്ന കിഡ്നിക്കും ഒക്കെ ഡാമേജ് വന്ന പേഷ്യൻസിനൊക്കെ കുറച്ചൊക്കെ നമ്മൾ കുറച്ച് ട്രാൻസ്പ്ലാന്റുകളൊക്കെ പല രാജ്യങ്ങളായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈവൻ പാൻക്രിയാസും കിഡ്നിയും കൂടെ ഒന്നിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളത് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊരു പ്രോമിസിങ് റിസൾട്ട്സ് ഇല്ല. പിന്നെ ഇത് ലൈഫ് ലോങ് ഈ ഇമ്യൂണോസപ്രസൻസ് കഴിക്കണമെന്നുള്ളതും കൂടെയാണ് അതിൻ്റെ ഒരു മേജറായിട്ടുള്ള ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് കാണുന്നത്. പിന്നെ നമ്മൾ പാൻക്രിയാസ് മാറ്റുമ്പോൾ നമുക്ക് ഒരിക്കലും ഉള്ള പാൻക്രിയാസിനെ എടുത്ത് മാറ്റിയിട്ടല്ല. യൂഷ്വലി ഉള്ള പാൻക്രിയാസ് അവിടെ തന്നെ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കും. വേറൊരു പാൻക്രിയാസിനെ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ അവിടെ ആയിട്ട് വെച്ച് പിടിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ ചിലപ്പോൾ കിഡ്നിയും കൂടെ ഒന്നിച്ച് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് പോലെ അങ്ങനെയും ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, പിന്നെ ഐലറ്റ് സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ ഡെവലപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഡോണറിന്റെ ഐലറ്റ് സെൽസിനെ, പാൻക്രിയാസിലെ ഐലറ്റ് സെൽസിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ലിവറിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യും. ലിവറിൽ ബ്ലഡ് വെസലിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് അത് ലിവറിൽ പോയി നിന്നിട്ട് അവിടെ അത് പോയി പതുക്കെ ഇൻസുലിൻ ഉണ്ടാക്കാൻ തുടങ്ങും. ഇതിൽ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമ്യൂണോസപ്രസൻസ് ലൈഫ് ലോങ് കഴിക്കണം. ഒരു സെല്ല് പോലും നമ്മുടെ ഫോറിൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതുമായിട്ട് പ്രോബ്ലം ഉണ്ടാക്കും. അപ്പം ഓൾറെഡി ഒരു ഓട്ടോഇമ്യൂൺ രോഗം ഉള്ള ആളാണല്ലോ ഈ ടൈപ്പ് 1 ഡയബറ്റിക് പേഷ്യൻസ്. പിന്നെ ഉള്ളത് ഇതൊക്കെ ഈ പാൻക്രിയാസിന്റെ ക്യാൻസർ അങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ പലതുമൊക്കെ സർജറിയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കാരണം ഇപ്പം എപ്പോഴും അങ്ങനെ പുതിയ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ട്രൈ ചെയ്യും. പക്ഷേ എന്നാലും അതിനത്ര ഒരു ഇഫക്റ്റീവ്, ഒരു പ്രോമിസിങ് അല്ലാതെയാണ് കാണുന്നത്. നെക്സ്റ്റ്, ഇതൊക്കെ 5 to 10% ഉള്ളൂ ടൈപ്പ് 1 ഡയബറ്റീസ് പേഷ്യന്റ്. 90 to 95% ടൈപ്പ് 2 ഡയബറ്റീസാണ്. അപ്പം ടൈപ്പ് 2 ഡയബറ്റീസിന് എന്താണ് ട്രീറ്റ്മെന്റ് എന്നുള്ളത്?
ജനറലി എല്ലാവർക്കും അറിയാം, ആദ്യം നമ്മൾ മെറ്റ്ഫോമിൻ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അതിൻ്റെ കൂടെ പിന്നെ ഓരോരോ മരുന്നുകളായിട്ട് വരും. ഇപ്പോൾ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഡയബറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ മരുന്നൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെ ആദ്യം മിക്കവാറും ഡയബറ്റിക് പേഷ്യൻറ്റിനൊക്കെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടുതലായിരിക്കും, കുറച്ച് ഒബേസിറ്റി ഉണ്ടാവും. മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതോട് കൂടി മിക്കവാറും അത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ മെറ്റ്ഫോമിനൊക്കെ ആദ്യത്തെ തുടക്കത്തിൽ കുറച്ച് 1-2 കിലോ ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും. പക്ഷെ കുറച്ച് നാളായി കഴിയുമ്പോഴേക്കും അതൊക്കെ മാറി ആ കുറഞ്ഞ വെയിറ്റ് ഒക്കെ, അല്ലെങ്കിൽ പേഷ്യൻ്റ് അത്ര കോൺഷ്യസ് ആയിരിക്കണം, അല്ലെങ്കിൽ തിരിച്ചു വരാൻ തുടങ്ങും. അപ്പോഴേക്കും വീണ്ടും ഷുഗർ കൂടാൻ തുടങ്ങും. അപ്പോൾ വേറെ മരുന്നുകൾ ആഡ് ചെയ്യാനുണ്ട് വരും. അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ഇങ്ങനെ കൺട്രോൾ അല്ലാതെ വരുമ്പോൾ പിന്നെ മരുന്നുകൾ ആഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കൊളസ്ട്രോളിനുള്ള മരുന്നെടുക്കും, പിന്നെ പ്രഷർ കൂടാൻ തുടങ്ങും. കാരണം ഇൻസുലിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കഴിക്കുന്ന പ്രമേഹത്തിനുള്ള ഇൻസുലിൻ ഇഞ്ചക്ഷൻ അല്ലാതെ ഈ മരുന്നുകളാണെങ്കിൽ തന്നെ ഒട്ടുമിക്കവാറും ഉള്ള മരുന്നുകളെല്ലാം ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുക ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഹൈപ്പർ ഇൻസുലിനിമി ഉണ്ടാക്കുക ചെയ്യുന്നത്. ഈ ഇൻസുലിൻ്റെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സോഡിയം റിട്ടൻഷൻ, അതായത് സോഡിയം ശരീരത്തിൽ നിന്ന് പോകാതെ പിടിച്ചു നിർത്തും. അപ്പം നമുക്കറിയാം പ്രഷറുള്ള പേഷ്യൻസിനോട് ആദ്യം പറയുന്നത് ഉപ്പ് കുറയ്ക്കാനാണ്. അപ്പം ഉപ്പ് കുറയ്ക്കാൻ പറഞ്ഞ് നമ്മൾ പക്ഷേ നമ്മൾ ഈ എടുക്കുന്ന ഡയബറ്റീസിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഇൻസുലിനും ഡയബറ്റിക് മെഡിസിൻസ് എല്ലാം ഉപ്പിനെ ശരീരത്തിൽ പിടിച്ചു നിർത്തും. അപ്പം അതുകൊണ്ടാണ് ശരിക്കും ഡയബറ്റീസ് പേഷ്യൻസിന് ഈ ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യത കൂടുതലും. ഡയബറ്റീസ് കൂടുന്നതിനോടൊപ്പം ഹൈപ്പർ ടെൻഷനും കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഈ രക്തക്കുഴലിൽ കൊഴുപ്പടിയുന്നതനുസരിച്ച് വീണ്ടും പ്രഷർ കൂടുക ചെയ്യുന്നത്. കാരണം രക്തക്കുഴലിൽ നാരോ ആകുമ്പോൾ ഹാർട്ട് മോർ പ്രഷറിൽ പമ്പ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ആക്ച്വലി ദീസ് മെക്കാനിസം എല്ലാം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. ഇതെല്ലാം ഇന്റർഡിപെൻഡൻ്റ് ആയിട്ടാണ്. അപ്പം അതാണ് ശരിക്കും സംഭവിക്കുന്നത് ഡയബറ്റിക് പേഷ്യൻ്റ്. പിന്നെ ഇങ്ങനെ ഇതനുസരിച്ച് നമ്മൾ വെയിറ്റ് കൂടുന്നതനുസരിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഷുഗർ കൂടും. ഷുഗർ കൂടുന്നതനുസരിച്ച് നമ്മൾ ഡോസ് കൂട്ടിക്കൊണ്ടിരിക്കും, ഇൻസുലിൻ്റെയോ അല്ലെങ്കിൽ മരുന്നിൻ്റെയോ. ഫൈനലി എത്ര മരുന്നെടുത്താലും എത്ര ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാലും ഷുഗർ കൺട്രോൾ ചെയ്യാൻ മേലാത്തൊരവസ്ഥയിലെത്തും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ്. അപ്പം ബേസിക്കലി നമ്മളുടെ ഈ ഡയബറ്റീസിൽ, ടൈപ്പ് 2 ഡയബറ്റീസിൽ നമ്മുടെ ഇൻസുലിൻ അളവ് കൂടുന്നതാണ് ഒരു പതോളജി, ഒരു പ്രോബ്ലം തന്നെ. അതായത് മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം ഇൻസുലിൻ കൂടുക എന്നുള്ളതാണ്. അപ്പം നമ്മളേക്ക് എടുക്കുന്ന മരുന്നുകളെല്ലാം തന്നെ ഇൻസുലിൻ കൂട്ടുന്നു. അപ്പം നമ്മൾ ഓരോരോ പ്രശ്നങ്ങളിലേക്ക് കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബോഡിയിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ട്. ശരിക്കും നമ്മൾ ഇതിന് എന്താ ചെയ്യേണ്ടത്? ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വേണം. അതായത് കാലറി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റും കുറയ്ക്കണം, ഫാറ്റും കുറയ്ക്കണം. അപ്പോൾ പലരും എന്ത് ചെയ്യുന്നത് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാം, പക്ഷേ കശുവണ്ടി, കപ്പലണ്ടി അല്ലെങ്കിൽ പീനട്ട് ഇതിലൊന്നും ഷുഗർ ഇല്ലല്ലോ, എന്നാൽ പിന്നെ അത് കഴിക്കാൻ നോക്കും. അപ്പോൾ ഈ ഫാറ്റും ഈക്വലി നമ്മുടെ ഡയബറ്റീസിൽ ഷുഗർ ഡയറക്റ്റ്ലി കൂട്ടുമില്ലെങ്കിലും ഈ ഫാറ്റ് നമ്മൾ ഇപ്പോൾ ഫ്രൈസും മോർ ഓയിലി ആയിട്ടുള്ള നട്ട്സൊക്കെ കഴിക്കുമ്പോൾ ഫാറ്റ് കൂടുമ്പം നാച്ചുറലി എന്താ സംഭവിക്കുന്നത്? ഷുഗർ കൂട്ടില്ലായിരിക്കും, പക്ഷേ അത് വീണ്ടും വെയിറ്റ് കൂട്ടി ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടും. അപ്പോൾ അതോടെയാണ് നമ്മൾ ഒരു എത്ര ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻ്റ് ഒരു 10 കിലോ കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ അത് മതിയാവുന്ന ഒരു മരുന്നിൻ്റെ ആവശ്യം വരികയില്ല. ഒരു 10-20% വെയിറ്റ് റിഡക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയബറ്റീസ് നമുക്ക് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ 2 ഡയബറ്റിക് പേഷ്യൻ്റിന്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബേസിക്കലി ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ് മെറ്റ്ഫോമിൻ അല്ല ഡയബറ്റീസിൻ്റെ. അവർ ഒരു മെഡിസിനും അല്ല, ജീവിതശൈലി കറക്റ്റ് ചെയ്യുക, കാലറി തന്നെ കട്ട് ചെയ്യുക. നോട്ട് കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല, അന്നജം മാത്രമല്ല, കാലറി മൊത്തത്തിൽ കട്ട് ചെയ്യുക. കാലറി വരുന്നത് മെയിൻലി ഫാറ്റിൽ നിന്നും കാർബോഹൈഡ്രേറ്റിൽ നിന്നും ആണല്ലോ. അത് രണ്ടും കുറയ്ക്കുക എന്നുള്ളത്. അതേ സമയത്ത് നമ്മൾ ന്യൂട്രിയൻസ് എല്ലാം കിട്ടുകയും ചെയ്യണം. കാരണം ഈ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ടെങ്കിൽ, പ്രോട്ടീനും വേണ്ടതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ എൻസൈംസിനെയൊക്കെ ഉണ്ടാക്കാൻ അതിൻ്റെ ആ പ്രോസസ്സ് നടക്കുകയുള്ളൂ. മെറ്റബോളിക് പ്രോസസ്സ് നടക്കണമെങ്കിൽ വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉണ്ടാവണം. ഈവൻ നമ്മുടെ ബോഡിയിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റിനെ എടുത്ത് യൂസ് ചെയ്ത് നമ്മൾ എനർജിയാക്കി മാറ്റണമെങ്കിൽ ഈ ന്യൂട്രിയൻസ് എല്ലാം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ലീഫി വെജിറ്റബിൾ, അതാണ് ഏറ്റവും ന്യൂട്രിയൻ റിച്ച്, അതായത് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഏറ്റവും നന്നായിട്ടുള്ളത് ലീഫി വെജിറ്റബിൾസാണ്. അപ്പം ലീഫി വെജിറ്റബിൾസ്, ഗ്രീൻ വെജിറ്റബിൾസ്, പിന്നെ പയറുവർഗ്ഗങ്ങൾ, ഫിഷോ മീറ്റ്, നോൺ വെജ് കഴിക്കുന്നവർക്കാണ് ഫിഷോ മീറ്റ്. ഇതാണ് ശരിക്കും ഡയബറ്റിക് പേഷ്യൻ്റ് കഴിക്കേണ്ടത്. ഷുഗർ കൺട്രോൾ ആകുന്നോടം വരെ നമ്മൾ കഴിയുന്നതും നമ്മൾ കാർബോഹൈഡ്രേറ്റ്, പ്രത്യേകിച്ച് ഈ സെറിയൽസ് എന്ന് പറയുന്ന അരി, ഗോതമ്പ്, ഇവൻ എല്ലാവരും കരുതും എന്നാൽ പിന്നെ ഇപ്പോഴത്തെ പുതിയ ഇതുണ്ടല്ലോ നമ്മൾ ഈ റാഗി, മില്ലറ്റ് എന്ന് പറയുന്നത്, എന്നാൽ മില്ലറ്റ് ആവാന്ന്. മില്ലറ്റും ബേസിക്കലി റൈസും വീറ്റും പോലെ തന്നെയാണ്. പക്ഷെ നമുക്ക് അത് നമ്മൾ യൂസ്ഡ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ അളവ് കുറച്ച് കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈക്വൽ എമൗണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈക്വലായിട്ട് തന്നെ ഷുഗർ കൂടും. ഈവൻ വെജിറ്റബിൾസ്, ഇപ്പോൾ സലാഡ്സ് ഇഷ്ടം പോലെ കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ സലാഡ്സ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് വേറെ ഒന്നും ചെയ്യണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളരിക്കയൊക്കെ ഒന്ന് കഴിച്ചിട്ടൊന്ന് ഷുഗർ നോക്കിയാൽ അറിയാം
അപ്പൊ അത് ഷൂട്ടപ്പ് ചെയ്യും. അതായത് നമ്മൾ പ്ലാന്റ് ആയിട്ടുള്ള എല്ലാത്തിലും തന്നെ ഷുഗറും കൂടുതൽ, പിന്നെ വാട്ടറിയാണ്. വെള്ളരിക്കയൊക്കെ വാട്ടറിയാണ്. റൈസോ ചപ്പാത്തിയോ കഴിക്കുന്ന അത്രയും കൂടിയല്ല, ദറ്റ് ഇസ് ഡെഫിനറ്റ്ലി. പക്ഷെ അതും കാർബോഹൈഡ്രേറ്റും വാട്ടറും ആണ് അതിനകത്ത് മെയിൻ ഘടകങ്ങൾ. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ കുറയ്ക്കാൻ നോക്കണം. അപ്പൊ ബേസിക്കലി നമ്മൾ തന്നെ ചെക്ക് ചെയ്താൽ മതി. ഒരു ഭക്ഷണം കഴിച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു 1.5 hours ആകുമ്പോൾ ഷുഗർ നോക്കുക, എത്ര ഷൂട്ടപ്പ് ചെയ്യുന്നുണ്ട്. കൂടുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് കുഴപ്പമില്ല എന്നുള്ളത്. പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസിൽ സർജറിയുടെ റോൾ എന്താണെന്നുള്ളതാണ്. ടൈപ്പ് 2 ഡയബറ്റീസിൽ ബേസിക്കലി നമ്മൾ ബെറിയാട്രിക് സർജറിയാണ്. പാൻക്രിയാസ് ട്രാൻസ്പ്ലാന്റിനൊന്നും അതിനകത്ത് റോളില്ല. കാരണം പാൻക്രിയാസ് ഇസ് ഓവർ ഫംഗ്ഷനിങ്. ഓൾറെഡി അങ്ങനത്തെ പേഷ്യൻസിന്റെ പലരുടെയും പാൻക്രിയാസ് ഹൈപ്പർട്രോഫിക് ആയിരിക്കും, ഓവറായിട്ട്. കാരണം കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കണമല്ലോ. നമ്മൾ ഈ മരുന്നുകളെല്ലാം കൊടുത്ത് ഹൈപ്പർട്രോഫി ഇൻസുലിൻ ഉണ്ടാക്കാനായിട്ട് ഇത് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഒരു കാര്യങ്ങൾ നമ്മൾ ഈ ടെസ്റ്റുകൾ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പാൻക്രിയാസിന്റെ വേറെ ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിൽ ലൈപ്പേസ്, അമൈലേസ് എന്നൊക്കെ പറഞ്ഞാൽ ഹോർമോൺസ് അല്ല, എൻസൈംസ് ആണ് ഡൈജഷന് വേണ്ടിയിട്ടുള്ളത്. അതിന്റെ അളവും കൂടുതലായിരിക്കും. അതിന്റെ അളവും കൂടെ കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസിലേക്ക് പോകാം. അതുകൂടാതെ പാൻക്രിയാസിന് ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. ഡയബറ്റിക് പേഷ്യന്റിന് ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിലും ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിലും, പ്രത്യേകിച്ച് കൂടുതൽ ടൈപ്പ് 2 ഡയബറ്റീസിനാണ്. പ്രത്യേകിച്ച് മരുന്നും ടാബ്ലറ്റ്സും, ടൈപ്പ് 2 ഡയബറ്റീസ് എപ്പോഴും ഇഞ്ചക്ഷൻ മാത്രമായിരിക്കും, ടാബ്ലറ്റും കാണും. ഇതെല്ലാം കൂടെ വരുമ്പോഴേക്കും പാൻക്രിയാസിന് ഈ ഓവർ വർക്ക് ചെയ്യാനുണ്ടോ, നാച്ചുറലി ഓവർ വർക്ക് അനുസരിച്ച് അതിന് ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടുന്നുള്ളതാണ്. അപ്പം പിന്നെ ഉള്ളത് ബെറിയാട്രിക് സർജറി, വെയിറ്റ് കുറയ്ക്കാൻ. ഫാറ്റ് ആണല്ലോ, നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന ബോഡിയിലെ ഫാറ്റാണ്. അപ്പൊ ബെറിയാട്രിക് സർജറി ചെയ്ത് സ്റ്റൊമക്കിന്റെ വലിപ്പം കുറയ്ക്കുക. സ്റ്റൊമക്കിന്റെ വലിപ്പം കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോസിബിളി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കുറച്ച് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കാതിരുന്നിട്ട് ബലമായിട്ട് നമ്മൾ സ്റ്റൊമക്ക് തന്നെ മുറിച്ച് കളഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൊമക്കിന് ഒരു 500 to 1 liter കപ്പാസിറ്റി ഉണ്ട്. നമുക്കറിയാം 2 ലിറ്റർ വെള്ളമൊക്കെ വരെ കുടിക്കാം, നമുക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ട്. അതിനെ കുറച്ച് ഒരു 15 to 25 ml അതിന്റെ വലിപ്പം ഒരു ട്യൂബ് പോലെ ആക്കുക. അതൊരു ബാഗ് ആണെങ്കിൽ അതിനെ ഒരു ട്യൂബാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു കാര്യം ചെയ്യുന്നത്. പിന്നെ ഒരു ഇൻഡസ്റ്റൈൻ്റെ ഒരു ഭാഗം നമ്മൾ ബൈപ്പാസ് ചെയ്യും, അതായത് അതിനകത്തോടെ ഫുഡ് പോകാതാക്കും. അപ്പൊ ഈ 2 കാര്യം കൊണ്ടുകൊണ്ട്, ഒന്ന് വയറിനകത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ മേലെന്നാക്കും. അപ്പം നമുക്കറിയാം ഇത് കഴിഞ്ഞു കഴിഞ്ഞാലും, ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ ബെറിയാട്രിക് സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഫാസ്റ്റായിട്ട്, പ്രത്യേകിച്ച് ബൈപ്പാസും ഗ്യാസ്ട്രിക് ബൈപ്പാസും ഗ്യാസ്ട്രോസ്റ്റമി വയറും കൂടെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് കുറയും. പക്ഷെ വെയിറ്റ് കുറഞ്ഞു കഴിയുമ്പം പലപ്പോഴും നമ്മൾ ന്യൂട്രീഷൻ പലതും അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരും. കഴിക്കാൻ പറ്റൂല, കഴിച്ചാൽ അബ്സോർബ് ചെയ്യൂല. കാരണം അബ്സോർപ്ഷന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ ബൈപ്പാസ് ചെയ്യുക അല്ലെങ്കിൽ മുറിച്ച് കളയുക ചെയ്തിരിക്കുക. ഈവൻ സ്റ്റൊമക്കിനകത്ത് നമ്മുടെ ചില വൈറ്റമിൻ B12 ഒക്കെ അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ചില സ്പെഷ്യൽ ഘടകങ്ങൾ വേണ്ടതുണ്ട്. അതും കൂടെ കളയുന്ന കാരണം നമ്മൾ ലൈഫ് ലോങ് വൈറ്റമിൻ B12 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. പിന്നെ വയറിനകത്ത് ആസിഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഈ ആസിഡ് ഒന്ന് നമ്മളുടെ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ പ്രോട്ടീനെയൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ആ പോസിബിലിറ്റി ഒക്കെ ഇല്ലെന്നാകുന്ന കാരണം തന്നെ ഈവൻ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ പറ്റില്ല, കഴിച്ചാൽ തന്നെ അബ്സോർബ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ വെയിറ്റ് റിഡക്ഷൻ വരുമ്പോൾ ഷുഗർ കുറഞ്ഞിരിക്കും. കാരണം ഷുഗർ കുറഞ്ഞ വെയിറ്റ് റിഡക്ഷൻ ഒന്ന് വരും, പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ ബെറിയാട്രിക് സർജറി കഴിഞ്ഞാൽ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യണം, ഡയറ്റ് കൺട്രോൾ ചെയ്യണം. പിന്നെ നമ്മൾ ഭക്ഷണം, നമ്മുടെ ബോഡിയല്ലേ, പിന്നെ ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ അത് സ്റ്റൊമക്ക് വീണ്ടും ഡയലേറ്റഡ് ആകാൻ തുടങ്ങും. അതുകൊണ്ടാണ് പല പേഷ്യൻസിനും ആദ്യത്തെ 1-2 വർഷം വെയിറ്റ് റിഡക്ഷൻ കിട്ടും, അത് കഴിഞ്ഞ് വീണ്ടും കൂടാൻ തുടങ്ങും, വീണ്ടും വെയിറ്റ് കൂടാൻ തുടങ്ങും, വീണ്ടും ഡയബറ്റീസ് വരാൻ, ഷുഗറും കൂടാൻ തുടങ്ങും. അപ്പൊ അതാണ് ബെറിയാട്രിക് സർജറിയാണ് ഒന്നത് വരുന്നത്. പിന്നെ ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് സർജറികൾ വേണ്ടി വരുന്നത്. ഇപ്പൊ ഹാർട്ടിന് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെന്റ് ഇടുക, അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യുക. പിന്നെ കിഡ്നിക്ക് പ്രോബ്ലം വന്ന് ഡയാലിസിസ് ചെയ്യുക, ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. കണ്ണിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യമായിട്ട് ചെയ്യാനില്ല, ആകെ ലേസർ വെച്ച് നമ്മൾ ആ രക്തക്കൊഴലുകളൊക്കെ കണ്ണിന്റെ ഒരു സ്പെഷ്യൽ ഭാഗത്തേക്ക് വളരുന്നത് ബ്ലോക്ക് ചെയ്ത് രക്തക്കൊഴലുകളെ നശിപ്പിക്കാനാണ് നോക്കുന്നത്. പിന്നെ ചിലതരം ഇഞ്ചക്ഷൻസ് ഒക്കെ, അതായത് ആ ബ്ലഡ് വെസൽസ് വളരുന്നത് ബ്ലോക്ക് ചെയ്യാനുള്ള ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ലേസർ ചെയ്യുക, അതൊക്കെ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ഓരോ ഓർഗൻ വൈസ്, ഇപ്പം ഡയബറ്റിക് പേഷ്യൻസിനാണ് ലിവറിന് ഫാറ്റി ലിവർ വരാം, ഇവൻ ഗോൾ ബ്ലാഡർ സ്റ്റോണ്, ഗോൾ ബ്ലാഡർ പോളിപ്പ്, ഗോൾ ബ്ലാഡർ ക്യാൻസർ, ഇതെല്ലാം വരാനുള്ള സാധ്യതകൾ ഈ പേഷ്യൻസിന് കൂടുതലായിരിക്കും. പിന്നെ അതിന് ഓറിയന്റഡ് ആയിട്ടുള്ള സർജറികൾ ചെയ്യാന്നുള്ളതാണ്. അപ്പം ബേസിക്കലി നമ്മൾ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റീസിന് ശരിക്കും ഒരു ട്രീറ്റ്മെന്റിന്റെ എന്ത് മരുന്ന് കഴിച്ചാലും അതിലേക്ക് ശരിക്കും മിക്കവാറുള്ള മരുന്നുകൾ. പിന്നെ ഇപ്പം പുതിയതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ ഉണ്ട്, യൂറിനിൽ കൂടെ ഷുഗറിനെ കളയാനുള്ളത്. അതൊരു അറൗണ്ട് ഒരു 50 to 80 gram ഷുഗർ വരെ യൂറിനിൽ കൂടെ ആ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ കളയാൻ പറ്റും. അപ്പം അത്രയും കളയാനേ പറ്റുള്ളൂ. നമ്മൾ ഒത്തിരി ഇഷ്ടംപോലെ റൈസ് മീറ്റും ഒക്കെ കഴിച്ച് വെച്ചിട്ട് നമ്മൾ ഈ മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല. ആകെ നമുക്ക് ഈ ഷുഗർ, ഇൻസുലിൻ്റെ അളവ് കൂട്ടി അല്ലാതെ യൂറിൻ, നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിന്
ഗ്ലൂക്കോസ് ആയിട്ട് നമ്മൾ ബ്ലഡിലേക്ക് വരുന്നതിന് യൂറിനിൽ കൂടെ കളയാനുള്ളതാണ്. പക്ഷെ അവിടെ നമ്മൾ ഓർക്കണം, നമ്മൾ ആവശ്യമില്ലാതെ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് യൂറിനിൽ കൂടെ കളയാനുള്ള മരുന്നൂടെ കഴിച്ച് അവിടെയും കിഡ്നിക്ക് പ്രോബ്ലമാണ്. കിഡ്നിക്ക് മാത്രമല്ല, യൂറിൻ ശരിക്കും ഷുഗർ സിറപ്പ് പോലെയാവും. യൂറിൻ അത്ര കോൺസെൻട്രേറ്റഡ് ആകും, ഷുഗർ ആയിരിക്കും. അപ്പൊ അവിടെ മൂത്രത്തിൽ കല്ല് വരാനും അതുപോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പ് വരാനും ഉള്ള സാധ്യത കൂടുന്നുള്ളതാണ്. അപ്പൊ അതാണ് അവന്. അപ്പൊ അത് വളരെ റെയറായിട്ട് നമുക്ക് ഒരു ഒരു എന്തെങ്കിലും മധുരം കഴിക്കണമെന്ന് കൊതി തോന്നി അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് അങ്ങനെയാണ് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ടൈപ്പ് ഓഫ് മെഡിസിൻസ് ഒക്കെ നമ്മൾ വെരി റെയറായിട്ട് നമുക്ക് ഒരു ക്രേവിംഗ് ഒക്കെ വരുമ്പോൾ വേണമെങ്കിൽ കഴിച്ച് അത് പോകണം. പക്ഷെ ഡെയിലി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇതിനകത്തൊക്കെ പ്രോബ്ലം വരുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്താണ് സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനലി നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുക. പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമ്മൾ ആ മുഖത്തും കഴുത്തേലും ഒക്കെ കറുപ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ, അല്ലാതെ ഷുഗറിന്റെ സിംറ്റംസ് എത്തിയിട്ടല്ല, ഈ ഡാർക്കനിങ് കാണുമ്പോൾ തന്നെ നമ്മൾ നോക്കി ആ സമയത്ത് നോക്കിയാൽ നമ്മൾ സ്വയം കുറച്ച് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് ഓവർ വെയിറ്റ് ഉണ്ടാവും. അപ്പൊ അത് കുറയ്ക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ഓവർ വെയിറ്റിനെ കുറിച്ചും ഒരു തെറ്റായ ധാരണയുണ്ട്. എല്ലാവരും കരുതും 170 സെന്റിമീറ്റർ ഉള്ള ആൾക്കാണ് 70 കിലോ ആകാമെന്ന്. ശരിക്കും അങ്ങനെയല്ല. ഹൈറ്റ് -110 ആണ് നോർമൽ എന്നുള്ളത് വരുന്നത്. മറ്റത് മാക്സിമം വെയിറ്റ് ആകാവുന്ന നല്ല 6 പാക്ക് ഒക്കെ ഉള്ള ഒരു 2 hours വെരി ഹെവി ആയിട്ട് ജിമ്മിൽ വർക്കൗട്ട് ഒക്കെ നടത്തുന്ന നല്ല മസ്കുലർ ആയിട്ടുള്ളവർക്ക് 170 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ 70 കിലോ ആകാം. അല്ലാതെ നമ്മൾ ഒരു കമ്പ്യൂട്ടർ മാത്രം വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓൾവേസ് നമ്മൾ ഒരു 60 കിലോയിൽ നിർത്തുന്നതാണ് എപ്പോഴും സേഫ്. അതിലാണെങ്കിൽ പോലും ഒരു ബേസിക് ഹാഫ് ആൻ അവറെങ്കിലും എക്സസൈസ് ചെയ്യും, ആ വെയിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ടൈപ്പ് 2 ഡയബറ്റീസ് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. ഈവൻ പേരൻസിന് 2 പേർക്കും ഡയബറ്റിക് ആണെങ്കിൽ പോലും നമ്മൾ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് പോലും അത് റിവേഴ്സ് ചെയ്യാവുന്നതാണ്. അപ്പം ബേസിക്കലി നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് സസ്യാഹാരം കഴിയുന്ന ലീഫി വെജിറ്റബിൾ അല്ലെങ്കിൽ വാട്ടറി വെജിറ്റബിളിലേക്ക് കുറയ്ക്കുക. മോഡറേറ്റ് ആയിട്ട് മാത്രം പയറുവർഗ്ഗങ്ങളോ ഫിഷോ മീറ്റോ കഴിക്കുക. ഷുഗർ ടോട്ടൽ കൺട്രോളായി വെയിറ്റും ടോട്ടലി കൺട്രോൾ ആകുന്നോടം വരെ, അതായത് ഒരു ഹൈറ്റ് -110 നിർത്തുന്നോടം വരെ നമ്മൾ ഈ അരി, ഗോതമ്പ്, മധുരം, ബേക്കറി ഐറ്റംസ് ഒക്കെ ഒഴിവാക്കാൻ നോക്കാം. അങ്ങനെയാകുമ്പോൾ ഈ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് തന്നെ ഡയബറ്റീസ് ഇപ്പം സ്റ്റെന്റ് ഇട്ടു, ബൈപ്പാസ് ചെയ്തു, ഹാർട്ടിന് വേണ്ടി മരുന്നുണ്ട്, ഡയബറ്റീസിനും ഇൻസുലിനും വേറെ മരുന്നും ഒക്കെ ഉള്ളവർക്ക് സ്വയം നമുക്ക് ഡയബറ്റീസ് കറക്റ്റ് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഡയബറ്റീസിനായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരു പേഷ്യൻറ്റിന് ഒരിക്കലും ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, സ്വയം ഡയറ്റ് കൺട്രോൾ. കാരണം നമ്മൾ ഫുഡ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തലകറക്കം വരും, ഈ ഇൻസുലിനും അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസിമിക് മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ക്ലിനിക്കൽ സപ്പോർട്ടോട് കൂടി മാത്രമേ അങ്ങനത്തെ പേഷ്യൻറ്റിന് ഈ ഡയബറ്റീസിൽ നിന്നും ഈ മരുന്നിൽ നിന്നൊക്കെ മാറാൻ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, ശരീരത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഇല്ലാത്തതാണ് പ്രമേഹത്തിന്റെ കാരണം എന്നാണ് പൊതുവെയുള്ള ധാരണ. അത് തെറ്റാണ്. കേവലം 5 മുതൽ 10% വരുന്ന ടൈപ്പ് 1 വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികളിൽ മാത്രമേ ഇൻസുലിന്റെ കുറവുള്ളൂ. അവർക്ക് മാത്രമേ ഇൻസുലിൻ ഇഞ്ചക്ഷനും ഇൻഹേലറും ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. 2, 90 മുതൽ 95% വരുന്ന ടൈപ്പ് 2 പ്രമേഹ രോഗികളിൽ ഇൻസുലിന്റെ കുറവല്ല, ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാത്തത് മൂലമുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പ്രമേഹത്തിന് കാരണം. ഇവർക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷനും ഇൻഹേലറും ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള മരുന്നുകളും നൽകി രക്തത്തിലെ ഇൻസുലിന്റെ അളവ് അമിതമാക്കി ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടാക്കുന്നത് ശരീരത്തിൽ അമിതമായി കൊഴുപ്പടിഞ്ഞ് രക്തത്തിലെ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടാനും രക്തക്കൊഴലുകളിൽ കൊഴുപ്പടിഞ്ഞ് ബ്ലോക്കിനും ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും ഫാറ്റി ലിവറിനും ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന അപാകതകൾ മൂലം ക്യാൻസറിനും ഓട്ടോഇമ്യൂൺ രോഗങ്ങൾക്കും കരൾവൃക്ക രോഗങ്ങൾക്കും ഒക്കെ കാരണമാകും. 3, ഇൻസുലിന്റെ അളവ് രക്തത്തിൽ കൂടുന്നത് മെറ്റബോളിക് സിൻഡ്രോം, ക്യാൻസർ, മറവി രോഗം തുടങ്ങി പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നാണ് ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത്. 4, ടൈപ്പ് 2 പ്രമേഹത്തിനായി കഴിക്കുന്ന ഒട്ടുമിക്ക പ്രമേഹ മരുന്നുകളും പാൻക്രിയാസിനെ കൊണ്ട് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കിപ്പിക്കുന്നതിലൂടെയാണ് ബ്ലഡ് ഗ്ലൂക്കോസ് കുറയ്ക്കുന്നത്. ഹൈപ്പർ ഇൻസുലിനീമിയ അഥവാ രക്തത്തിലെ ഇൻസുലിൻ കൂടുന്നത് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് എല്ലാ ടൈപ്പ് 2 പ്രമേഹ രോഗികൾക്കും ഉണ്ടാകണം. 5, തൻ്റെ പ്രമേഹ രോഗത്തിന് കാരണം ഇൻസുലിൻ്റെ കുറവാണോ അതോ ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാത്ത ടൈപ്പ് 2 പ്രമേഹമാണോ എന്നറിയാൻ എല്ലാ പ്രമേഹ രോഗികളും ശ്രമിക്കണം. 6, ടൈപ്പ് 2 പ്രമേഹമാണെങ്കിൽ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് ക്രമാതീതമായി കൂട്ടുന്ന ഇൻസുലിൻ ഇഞ്ചക്ഷനും മൂക്കിപ്പൊടിയും പ്രമേഹ ഗുളികകളും ഒക്കെ ഒഴിവാക്കി ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ഇൻസുലിൻ്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിച്ച് രക്തത്തിലെ ഇൻസുലിൻ ലെവലും ബ്ലഡ് ഗ്ലൂക്കോസും നോർമൽ ആക്കാനായാൽ
ടൈപ്പ് 2 പ്രമേഹത്തിൽ നിന്ന് മാത്രമല്ല ഹൈപ്പർ ഇൻസുലിനിയ മൂലമുണ്ടായ അമിതവണ്ണം, അമിത രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, കരളൊടുക്ക രോഗങ്ങൾ തുടങ്ങിയവയിൽ നിന്നൊക്കെ മോചനം നേടാൻ കഴിയുന്നതാണ്. 7. ഓർമ്മിക്കുക, ടൈപ്പ് 2 പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്. അതിന്റെ പരിഹാരം ഇൻസുലിൻ ഇഞ്ചക്ഷനോ മൂക്കിപ്പൊടിയോ പ്രമേഹ ഗുളികകളോ അല്ല, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാൻ തയ്യാറാകുക എന്നതാണ്. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്നതും ചേരാത്തതുമായ ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് പ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക രോഗികൾക്കും വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ ഒട്ടുമിക്ക മരുന്നുകളും 1 മാസത്തിനുള്ളിൽ തന്നെ കുറച്ചു കൊണ്ടുവന്ന് നിർത്താനും ഓപ്പറേഷനുകൾ ഒഴിവാക്കാനും കഴിയുന്നതായാണ് കാണുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, ക്ലിനിക്കലി ലൈഫ് സ്റ്റൈൽ കറക്ഷൻ മാത്രം മതി, ടൈപ്പ് 2 ഡയബറ്റീസിന്റെ മരുന്നോ ഇൻസുലിനോ ആവശ്യമില്ലെന്ന്. അപ്പോൾ അത് പ്രാക്ടിക്കലാണോ, എന്താണ് അതിൻ്റെതെന്ന് നോക്കി നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഞാൻ ബേസിക്കലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ആണെങ്കിൽ ഇതൊരു മെയിലാണ്, 58 years ആണ്, 170 cm ഹൈറ്റും 83.3 ആണ് വെയിറ്റ്. അദ്ദേഹം ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളിനും വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. 5 വർഷമായിട്ട് ഈ മെഡിസിൻസ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പലതരം മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അതിനകത്ത് ടെനിഗ്ലിപ്റ്റിൻ ഉണ്ട്, ഗ്ലൈമിപ്രെക്സ് ഉണ്ട്. 2 തരം, ഗ്ലൈമിപ്രൈഡും മെറ്റ്ഫോമിനും കൂടെ കൂടിയതാണ്. പിന്നെ വേറൊരു ഗ്ലൈക്കോമെറ്റ് എന്ന് പറഞ്ഞ് GP2 ഉണ്ട്. അത് ഗ്ലൈമിപ്രൈഡും മെറ്റ്ഫോമിനും അതും ആ സെയിം കോമ്പിനേഷന് വേറൊരു ഇതിലാണ്. പിന്നെ CTD എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ട്, അതൊരു പ്രഷറിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അറ്റോസ്റ്റാറ്റിൻ പ്ലസ് ആസ്പിരിൻ കഴിക്കുന്നുണ്ട്. പിന്നെ ഫോർട്ട് ബി എന്ന് പറഞ്ഞൊരു മൾട്ടിവൈറ്റമിൻ കഴിക്കുന്നുണ്ട്. അപ്പം ഇത്രയും മരുന്നുകൾ കഴിക്കുന്നുണ്ട്. എന്നാലും അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ടെസ്റ്റുകൾ നോക്കുമ്പം HbA1c 6.8 റീസണബിൾ കൺട്രോൾ ഉണ്ട്. പക്ഷെ ഇൻസുലിൻ ഒന്നും എടുക്കുന്നില്ലാഞ്ഞിട്ട് പോലെ ഈ ടാബ്ലറ്റ് വെച്ച് തന്നെ അദ്ദേഹത്തിന് ഇൻസുലിൻ ലെവൽ വെരി ഹൈ ആണ്. ഹൈപ്പർ ഇൻസുലിനിമ ഉണ്ട് 82.6. ബ്ലഡ് ഷുഗർ കൂടുതലാണ്, 313 ഉണ്ട്. ട്രൈഗ്ലിസറൈഡ് ഈ സ്റ്റാറ്റിൻ ഒക്കെ എടുത്തിട്ടും വെരി ഹൈ ആണ്, 510 ഉണ്ട്. അതേസമയത്ത് HDL കുറവാണ്, ഗുഡ് കൊളസ്ട്രോൾ കുറവാണ്. പിന്നെ ലിവർ ഫംഗ്ഷനിലും പ്രോബ്ലം ഉണ്ട്. അതുപോലെ സ്കാനിലും ലിവറിൽ ഫാറ്റി ലിവർ ഉണ്ട്, പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഉണ്ട്, ലിവർ SGPT ലെവലൊക്കെ കൂടുതലാണ്. അപ്പം ഇതാണ് സിറ്റുവേഷൻ. അപ്പം ഇദ്ദേഹത്തിന് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോ കാലറി ബട്ട് എല്ലാ ന്യൂട്രീഷനും ഉള്ള ഒപ്റ്റിമൽ ന്യൂട്രീഷൻ കൊടുക്കുക, ലോ കാലറി ഡയറ്റ് പ്ലസ് മൈൽഡ് ആയിട്ടുള്ള ഒപ്റ്റിമൽ എക്സസൈസ് കൊടുക്കുക. പിന്നെ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന ടോക്സിൻസ് കുറയ്ക്കുക. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മരുന്നുകൾക്ക് തന്നെയാണ്. ഡയബറ്റീസിന്റെ മരുന്ന് ഫസ്റ്റ് ഡേ തന്നെ നിർത്തും. പിന്നെ അദ്ദേഹത്തിനുള്ളത് കൊളസ്ട്രോള്, ഈ ഹാർട്ടിന് വേണ്ടിയിട്ട് കഴിക്കുന്ന ബ്ലഡ് തിന്നറും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഹാർട്ടിന്റെ മാർക്കേഴ്സ് നോക്കി HCRP ഒക്കെ കുറയുന്ന അനുസരിച്ചായിരിക്കും ആസ്പിരിൻ കുറയ്ക്കുന്നത്. കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കുറയുന്ന അനുസരിച്ച് സ്റ്റാറ്റിൻ കുറയ്ക്കും. പ്രഷറിന്റെ മരുന്ന് പ്രഷർ വീട്ടിലിരുന്ന് തന്നെ നോക്കി പ്രഷർ കുറയുന്നതനുസരിച്ച്. പക്ഷെ നമ്മളതുപോലെ തന്നെ ഡയബറ്റീസിന്റെ മരുന്ന് നിർത്തിയാലും അതിനൊപ്പം നമ്മൾ വീട്ടിലിരുന്ന് ഷുഗർ നോക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന്റെ ഷുഗർ ഡയബറ്റീസിന്റെ മരുന്ന് നിർത്തിയിട്ടും നെക്സ്റ്റ് അന്ന് തന്നെ ഈവനിങ് ആയപ്പോൾ തന്നെ ഷുഗർ അറൗണ്ട് 100 വന്നു. നെക്സ്റ്റ് വരുമ്പോഴത്തെ എപ്പം നോക്കി നെക്സ്റ്റ് 8th ഡേ വരുമ്പോഴേക്കും HbA1c 6.8 ആയിരുന്നു, 6.6 കുറഞ്ഞു. ഷുഗർ 87 ഉള്ളൂ. 15th ഡേ ആയപ്പോഴേക്കും 6.4 ആയി. 30th ഡേ ആയപ്പോഴേക്കും HbA1c 5.6 വന്നു. 60th ഡേ ആയപ്പോഴേക്കും 5.2 പറഞ്ഞു. ദാറ്റ് ഇറ്റ്സ് മെഡിസിൻ ഇല്ലാതെയാണെന്ന് നോക്കണം. അപ്പം 30 ദിവസം ആയപ്പോഴേക്കും എല്ലാ മരുന്നുകളും കുറച്ചുകൊണ്ട് ഒന്ന് നിർത്താൻ പറ്റിയെന്നുള്ളതാണ്. അദ്ദേഹത്തിന് വെയിറ്റ് ആണെങ്കിൽ തുടങ്ങുമ്പോൾ 81.3 ഉണ്ടായി. അത് 30 days ആയപ്പോഴേക്കും അദ്ദേഹത്തിന് 76 കുറയ്ക്കാൻ പറ്റി, 5 kg. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10% ഒക്കെ ഫസ്റ്റ് മന്ത്, 20% നമുക്ക് 3 months കൊണ്ട് കുറയ്ക്കാം എന്നുള്ളതാണ്. അപ്പം ഈ അദ്ദേഹത്തിന് ശരിക്കും വേണ്ട എന്താണെന്ന് വെച്ചാൽ 81 ആണ്. ശരിക്കും ഒരു 60 to 65 ആണ് ഐഡിയൽ വെയിറ്റ്. അതൊരു 3 months കൊണ്ട് അച്ചീവ് ചെയ്യാം. 3 to 6 months കൊണ്ട് അത് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാം. ഫസ്റ്റ് 3 months കൊണ്ട് ഡെഫിനറ്റ്ലി 70 താഴെ വരാം.
നെക്സ്റ്റ് 3 months കൊണ്ട് 65 60 whatever ഓരോരുത്തരുടെയും പ്രിഫറൻസ് അനുസരിച്ച് സ്റ്റെബിലൈസ് ചെയ്യാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പേഷ്യൻ്റെ ഡീറ്റെയിൽ കൂടെ ഒന്ന് നോക്കാം. ഇതൊരു ലേഡിയാണ്, 75 വയസ്സാണ്, 148 സെൻറ്റിമീറ്റർ പൊക്കം, 60 കിലോയാണ് തൂക്കം. ഇവർക്ക് 29 വർഷമായി ഡയബറ്റീസ് തുടങ്ങിയിട്ട്. പ്രഷറുണ്ട്, തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ട്, കിഡ്നി ഇപ്പോഴത്തെ മേജർ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്. ഓൾറെഡി ബൈപ്പാസ് സർജറി ചെയ്തിട്ടുള്ളതാണ്, ബ്രസ്റ്റ് റിമൂവൽ ചെയ്തതാണ് ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടിയിട്ട്. അപ്പം മൾട്ടിപ്പിൾ പ്രോബ്ലമാണ്. അതുപോലെ തന്നെ കിഡ്നി ഫങ്ഷൻ കുറഞ്ഞിട്ട് GFR 42 ആയിട്ട് കുറഞ്ഞു. അതുപോലെ മൈക്രോ ആൽബുമിൻ മൂത്രത്തിൽ കൂടെ നന്നായിട്ട് ഫാറ്റ് പോകുന്നുണ്ട്, ഫാറ്റി ലിവറുണ്ട്, ലിവർ ഫങ്ഷൻസും ഉണ്ട്, പിന്നെ ബ്ലഡിൽ പലതരം ന്യൂട്രിയൻസ് കുറവാണ്, വൈറ്റമിൻ D B12 ഇതൊക്കെ കുറവാണ്. ഇൻസുലിൻ ലെവൽ ഇവർക്കും കൂടുതലാണ്, HbA1c ഹൈ ആണ്. അതുപോലെ കാർഡിയാക് മാർക്കേഴ്സ് ഓൾറെഡി ബൈപ്പാസ് ചെയ്ത പേഷ്യൻ്റാണ്, കാർഡിയാക് മാർക്കേഴ്സ് ഒക്കെ കൂടുതലാണ്. അപ്പം സിംറ്റം വൈസ് അവർ ബേസിക്കലി ഈ യൂറിൻ കാലിന് നീർക്കെട്ടാണ്, നീരുമുണ്ട്. അപ്പം അത് കിഡ്നിയുടെ പ്രോബ്ലം കൊണ്ടാണ്, ഇതെല്ലാം കൊണ്ടാണ്. അപ്പോൾ ന്യൂറോപ്പതി ഉണ്ട്, വൈറൽ ആസിഡിറ്റി പ്രോബ്ലംസ് ഉണ്ട്. കാരണം ഒത്തിരിയധികം മരുന്നുകളുണ്ട്, കുറേ അധികം മരുന്നുകൾ കഴിക്കുന്നുണ്ട്. തൈറോക്സിൻ വേണം, ഫോർട്ടിഗോ എന്ന് പറഞ്ഞൊരു മരുന്ന് ഡയബറ്റിക് ടാബ്ലറ്റ് ഉണ്ട്, സെറ്റൻ അതായത് ടെനാഗ്ലിപ്റ്റിൻ ഉണ്ട്, മറ്റേത് ഡപ്പാഗ്ലിഫ്ലോസിൻ ഉണ്ട്, മിക്സ്ഡ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, പിന്നെ കുറേ പലതരം വൈറ്റമിൻസ് കഴിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും പലതരം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ട്. മെറ്റാകാർഡ് അത് മെറ്റപ്രലോൾസ്, പിന്നെ ഹൈഡ്രോക്ലോറോ തയസൈഡ് അത് 2 കോമ്പിനേഷൻ മെഡിസിനാണ് BP വേണ്ടിയിട്ട്. പിന്നെ ഫെനറോൺ എന്ന് പറഞ്ഞ ഒരു സ്റ്റീറോയിഡ് ഒട്ടിക്കോ അതും കിഡ്നിക്ക് വേണ്ടി CKD വേണ്ടിയിട്ടൊരു കെരാൻഡി എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ട്. പിന്നെ ബൈലിക്സ അത് കൊളസ്ട്രോളിനും ട്രൈഗ്ലിസറൈഡ് കൂടാതിരിക്കാൻ എന്നിട്ട് വേണ്ടിയിട്ടുള്ളതാണ്. സെറോഗ്ലിറ്റസോർ ഉണ്ട്, പിന്നെ ബുഡസൊണ്ണൈഡ്, സോ മെനി മരുന്ന്. 75 വയസ്സുള്ള ഒരാളാണ്, ഇതൊക്കെ എങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്, ഓർത്ത് നേരത്തെ കഴിക്കണ്ടേ. പിന്നെ ഫെബൂറ്റാസ് അത് യൂറിക് ആസിഡിന് വേണ്ടിയിട്ടാണ്. അസനിഡിപ്പിൻ അത് BP വേണ്ടിയിട്ടാണ്. പിന്നെ ഡിപ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്പിരിനും ക്ലോപ്പിഡോഗ്രലും ഉണ്ട്. ഇത് 2ഉം കൂടെയാണ് കഴിക്കുന്നത്. ശരിക്കും നമ്മൾ ഈ പ്രായമുള്ളവർ, പ്രത്യേകിച്ച് BP ഉള്ളവർക്ക്, 70-ന് ശേഷം ഉള്ളവർക്കൊക്കെ ഈ ബ്ലഡ് തിന്നേഴ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിനിൽ ഹെമറേജ് വന്ന് സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ പേഷ്യൻ്റ് ഡയബറ്റിക് ആണ്, ഹൈപ്പർ ടെൻഷനും ഉണ്ട്, അതിൻ്റെ കൂടെ ഇത്രയും ഹെവി ഡോസ് ഓഫ് ആസ്പിരിനും ക്ലോപ്പിഡോഗ്രലും കഴിച്ചു കഴിഞ്ഞാൽ ഹെമറാജിക് സ്ട്രോക്കിനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അറ്റോവാസ്റ്റാറ്റിൻ ഉണ്ട്, ക്ലിനിഡിപ്പിൻ ഉണ്ട്, അതും ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഷെൽക്കാല്, ന്യൂറോബയോൺ അങ്ങനെയൊക്കെയുള്ള വൈറ്റമിൻസും കഴിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിച്ചിട്ടും പലതരം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഇതാണ് സ്റ്റാറ്റസ്. അപ്പം അവരുടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡയബറ്റീസിൻ്റെ ഇത് ഇൻസുലിൻ ലെവൽ ഓൾറെഡി കൂടുതലാണ്, C-പെപ്റ്റൈഡ് നോർമലാണ്, ടൈപ്പ് 2 ഡയബറ്റീസാണ്, എല്ലാ ഡയബറ്റിക് മെഡിസിൻസും നിർത്തി. ഈവൻ ബൈ 30th ഡേ ആയപ്പോഴേക്കും ബേസിക്കലി ഇവരുടെ ആകെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നിർത്തിയത് ശരിക്കും ആസ്പിരിൻ ക്ലോപ്പിഡോഗ്രലുമാണ്. അത് ആദ്യം ഒരെണ്ണം നിർത്തി, അത് പിന്നെ ഓൾട്ടർനേറ്റ് ആക്കി 60th ഡേ ആയപ്പോഴേക്കും ഇവരുടെ എല്ലാ മരുന്നും, ഇത്രയും മരുന്നുകൾ ഇത്രയും പ്രായമുള്ളതുകൊണ്ട് കുറച്ചുകൂടി സ്ലോ ആയിട്ടാണ് നിർത്തത്. 30th ഡേ വരുമ്പോഴും വെരി ലോ ഡോസിലുണ്ട്. 60th ഡേ ആയപ്പോഴേക്കും എല്ലാ മരുന്നുകളും കുറച്ചുകൊണ്ട് വന്ന് നിർത്തി. നമ്മുടെ ഷുഗർ ലെവലാണെങ്കിൽ HbA1c ആണെങ്കിൽ 7 തുടങ്ങുമ്പോൾ 7.7 ഉണ്ടായിരുന്നത് 6.9, പിന്നെ 6.6, പിന്നെ 60th ഡേ ആയപ്പോഴേക്കും 5.8, 30th ഡേ ആയപ്പോഴേക്കും 5.8 ആയി, 60th ഡേ ആയപ്പോഴേക്കും 5.2 ആയി, 90th ഡേ വന്നപ്പോൾ 5.4. അപ്പം ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നമ്മൾ റിലാക്സ്ഡ് ആവും. ഇത്തിരി കൂടെ എന്തോ കഴിച്ചിട്ടുണ്ടതാണ്, അത്രേ വരുന്നുള്ളൂ. അപ്പം അവരുടെ വെയിറ്റ് റിഡക്ഷൻ കൂടെ നമ്മൾ നോക്കണം, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇവർക്ക് 148 സെൻറ്റിമീറ്റർ ഹൈറ്റേ ഉള്ളൂ, ഒരു 60.8 ഉണ്ടായിരുന്നു. 30th ഡേ ആയപ്പോഴേക്കും ഒരു 53.7 വന്നു, 60th ഡേ ആയപ്പോൾ 51 ആയി, 90th ആയപ്പോഴേക്കും 49 ആയി, 120 ആയപ്പോഴേക്കും 46 kg വന്നു. അപ്പോൾ അവർ ആ നോർമലിലേക്ക് വന്നതുകൊണ്ടാണ് അവർക്ക് റിസൾട്ടും കൂടെ കിട്ടുന്നത്. അപ്പം ബേസിക്കലി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയബറ്റീസും ഇതൊക്കെ മാറി, ഇത് ഏറ്റവും പ്രധാനം അവരുടെ റീനൽ ഫംഗ്ഷൻ 42 GFR വന്നത്, കുറഞ്ഞിരുന്നത്. അവരുടെ GFR ബേസിക്കലി 30th ഡേ ആയപ്പോഴേക്കും 55 ആയി, 60 ദിവസം ആയപ്പോഴേക്കും 60
കൂടുതൽ വന്നു. അതാണ് GFR പോലെ, അതായത് കിഡ്നി ഫംഗ്ഷൻ പോലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ഒരു 8th ഡേ വന്നപ്പോൾ തന്നെ അവരുടെ സിംറ്റംസിനൊക്കെ ഭയങ്കര ആശ്വാസം, പോച്ചിലും അങ്ങനത്തെ എല്ലാം പോയി കുറഞ്ഞു. ഒരു 15th ഡേ ആയപ്പോഴേക്കും എല്ലാ സിംറ്റമാറ്റിക് റിലീഫ്. അതാണ് വളരെ നമ്മൾ കരുതുന്ന ഈ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് എങ്ങനെയാണ് എത്ര ഫാസ്റ്റ് ആയിട്ടെന്ന്. നമ്മുടെ ബോഡി എത്ര അഡ്ജസ്റ്റബിൾ ആണ്, അതുകൊണ്ട് നമുക്ക് എത്ര റിപ്പയർ ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് ഈ റിസൾട്ട് വരുന്നത്. അടുത്തതായി ഈ ചികിത്സാ രീതിയുടെ ശാസ്ത്രീയ അടിസ്ഥാനം എന്താണ് എന്ന് നോക്കാം. ക്ലിനിക്കൽ സൂപ്പർവിഷനോടെയും സപ്പോർട്ടോടെയുമുള്ള ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗപ്രതിരോധത്തിനും രോഗമുക്തിക്കും നിദാനമായ ഇമ്മ്യൂണിറ്റിയെ, ശരീരത്തിന്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ശാക്തീകരിക്കാനാണ് ശ്രമിക്കുന്നത്. കേടായ ശരീരകോശങ്ങളെ മാറ്റി പുതിയ ആരോഗ്യമുള്ള കോശങ്ങളെ ഉണ്ടാക്കാനും ശരീരത്തെ പുതുക്കിപ്പണിത് ആരോഗ്യം വീണ്ടെടുക്കാനുമായി 3 കാര്യങ്ങൾക്കാണ് ഇതിൽ ഊന്നൽ നൽകുന്നത്. 1. ശരീരകോശങ്ങളുടെ നിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ എല്ലാം ശരീരത്തിന് ഉത്തമമായ അളവിലും അനുപാതത്തിലും ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. 2. വ്യക്തമായ പ്ലാനിങ്ങോടെയുള്ള മിതമായ വ്യായാമത്തിലൂടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ഉത്തേജിപ്പിച്ച് രക്തയോട്ടം വർദ്ധിപ്പിച്ച് ശരീരത്തിലടിഞ്ഞ് വിഷാംശം പുറത്തു കളയാൻ ശ്രമിക്കുന്നു. 3. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വായുവിലൂടെയും ലേപനങ്ങളിലൂടെയും കോസ്മെറ്റിക്കായും മരുന്നുകളായും ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും സ്ട്രോക്കും അലർജിയും ഓട്ടോഇമ്യൂൺ രോഗങ്ങളും ക്യാൻസറും ഒക്കെ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. ഇന്ന് ലോകത്തിൽ ഉപയോഗിക്കപ്പെടുന്ന മരുന്നുകളിൽ ഏകദേശം 90%, ചെയ്യപ്പെടുന്ന ശസ്ത്രക്രിയകളിൽ 90% ഇത്തരം രോഗങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് 90% മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കാനാകുന്നതേ ഉള്ളൂ. ജീവിതശൈലി രോഗങ്ങളെ മരുന്നോ ശസ്ത്രക്രിയകളോ കൊണ്ട് മാറ്റാനാകില്ല. കാരണം ഇത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം മരുന്നിന്റെയോ ഓപ്പറേഷനുകളുടെയോ കുറവല്ല. അതുകൊണ്ടാണ് ഒരിക്കൽ മരുന്ന് തുടങ്ങിയാൽ മരുന്നുകൾ തുടർച്ചയായി കഴിക്കേണ്ടി വരുന്നത്. അടുത്തത് ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MD-യും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങിന് ശേഷം ഗവൺമെന്റ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഒന്നും. ഒരു പ്രധാന കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. നാം കഴിക്കുന്ന മരുന്നുകളെല്ലാം വിസർജ്യ വസ്തുക്കളായി നദികളിലേക്കും കുടിവെള്ളത്തിലേക്കും ചെടികളിലേക്കും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലേക്കും എത്തും. അതായത് ഓരോ വ്യക്തിയും കഴിക്കുന്ന മരുന്നുകൾ വെള്ളത്തിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറുന്നു. അതിനാൽ ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാന കാരണമായി ജീവിതശൈലിയിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാനും മരുന്നുകളിൽ നിന്ന് മോചനം നേടാനും കഴിയേണ്ടത് ഈ തലമുറയുടെ മാത്രമല്ല, വരാൻ പോകുന്ന തലമുറകളെ രാസമലിനീകരണത്തിന്റെ വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കാൻ അനിവാര്യമാണ്. ജീവിതശൈലി രോഗങ്ങൾക്കായി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്ന രീതി മാറണം. മരുന്നുകളിൽ നിന്നും മോചനം നേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാകണം. അതിനാൽ ജീവിതശൈലി രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്നവർക്കും ഓപ്പറേഷൻ തയ്യാറെടുക്കുന്നവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. ജീവിതശൈലി രോഗങ്ങൾക്ക് പരിഹാരം മരുന്നും ഓപ്പറേഷനും അല്ല, അതിന്റെ അടിസ്ഥാന കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കുകയാണ്. വ്യത്യസ്ത ജീവിതശൈലി രോഗങ്ങളെയും വിവിധ മോഡേൺ മെഡിക്കൽ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ യൂട്യൂബ് ചാനലിലെ മറ്റ് വീഡിയോകളിലും ലഭ്യമാണ്. താങ്ക് യു.